എല്ലാവർക്കും നമസ്കാരം. പാനൽ ഡിസ്കഷനിൽ സംസാരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ മ്യൂസ് മേരി ജോർജ്, പ്രൊഫസർ ഡോക്ടർ കെ എം ഫ്രാൻസിസ്, പ്രൊഫസർ ഡോക്ടർ ബിനോയ് ജേക്കബ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫിയുടെ ഡയറക്ടർ ഡോക്ടർ ജോൺസൺ, പ്രൊഫസേഴ്സ്, ഡിയർ ഫ്രണ്ട്സ് ഓഫ് ഫിലോസഫി, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫിയുടെ ആഭിമുഖ്യത്തിൽ പൗരസ്ത്യ വിദ്യാപീഠം നമ്മുടെ ഈ സെയിൻറ്റ് തോമസ് അപ്പസ്റ്റോളിക് സെമിനാരി കാമ്പസിൽ വെച്ച് നടത്തുന്ന സിംപോസിയത്തിൻ്റെ അവസാന പാദത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ 2 ദിവസങ്ങളിലായി നാം ചർച്ച ചെയ്യുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ ബഹുസ്വര വായനകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. പോളിഫോണിക് റീഡിങ്സ് ഓഫ് കേരള റിനൈസൻസ്. ഈ 2 ദിവസവും ഈ നവോത്ഥാനം എന്ന വിഷയത്തെക്കുറിച്ച് ഏറെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. സംഗ്രഹിച്ച് പറഞ്ഞാൽ നാം പറയും, റിനൈസൻസ് ഈസ് എ റിവൈവൽ, ഇറ്റ് ഈസ് എ റെസ്റ്റോറേഷൻ, ഇറ്റ് ഈസ് എ റീഅവേക്കനിങ്, ഇറ്റ് ഈസ് എ റീജുവനേഷൻ, it is a revitalization and a reformation. ഇതിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ പറയും, all the more this is a transformation. കേരള നവോത്ഥാനത്തിൻ്റെ വ്യത്യസ്ത മേഖലകളെക്കുറിച്ച്, വ്യത്യസ്തങ്ങളായ വ്യക്തിത്വങ്ങളെക്കുറിച്ച്, പ്രസ്ഥാനങ്ങളെക്കുറിച്ചെല്ലാം നാം കേട്ടു. നാം ശ്രവിച്ചു കൊണ്ടിരുന്നതെല്ലാം പോളിഫോണിക് റീഡിങ്സ് ആയിരുന്നു. പോലോസ്, അതോടൊപ്പം തന്നെ ഫോനോസ് എന്ന 2 വാക്കുകളെ സൂചിപ്പിക്കുന്നത് മൾട്ടിപ്പിൾ വോയിസ് ആണ്, ബഹുസ്വര വായനകൾ. ഈ വിഷയത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് നാം കേൾക്കുകയാണ്. ഈ വേദിയിൽ നമുക്ക് മുൻപിലായിരിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് ഏറെ പ്രാഗൽഭ്യമുള്ള 3 പേര് നമ്മളോട് സംസാരിക്കുകയാണ്. ഒന്നാമതായി നമ്മളോട് സംസാരിക്കുന്നത് പ്രൊഫസർ മ്യൂസ് മേരി ജേക്കബാണ്. പ്രൊഫസറിൻ്റെ വിഷയം റിനൈസൻസ് ആൻഡ് വിമൻ എംപവർമെൻറ്റ് എന്നതാണ്. നവോത്ഥാനവും സ്ത്രീ ശാക്തീകരണവും. ഏതൊരു സമൂഹത്തിൻ്റെയും നന്മയുടെ സ്വകാര്യമായ അളവുപോലെ ആ സമൂഹം സ്ത്രീക്ക് നൽകുന്ന ആദരവാണ്. അമ്മ ബലഹീനമായാൽ, ഭാര്യ നിസ്സഹായിയായാൽ, സഹോദരി അനാഥയായാൽ, മകള് അബലയായാൽ സമൂഹം തളരും. ഈ ഒരു സത്യത്തിൻ്റെ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് കേരള സംസ്കാരത്തിൽ സ്ത്രീകളോടുള്ള സമീപനത്തെ തിരിച്ചു പിടിക്കാൻ നവോത്ഥാനവും അതിനോട് ചേർന്നുള്ള വിവിധ ശ്രമങ്ങളും കാരണമായിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഏറെ മനോഹരമായിട്ടും ആഴത്തിലും നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ മ്യൂസ് മേരി ജോർജിനെ ഏറെ ഹൃദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലയാളം UC കോളേജിലെ പ്രൊഫസറാണ്. ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻസൈക്ലോപീഡിക് പബ്ലിക്കേഷൻസ്. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ നല്ല ഒരു എഴുത്തുകാരിയാണ്, ഒരു ലിറ്റററി ക്രിറ്റിക്കുമാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന, ആർട്ടിക്കിളുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വ്യക്തിയുമാണ്. പ്രൊഫസറിനെ ഏറെ സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. ഒപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് 2 പേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവരെ കൂടുതൽ അവരുടെ സംസാരത്തിൻ്റെ സമയത്ത് പരിചയപ്പെടുത്തിക്കൊള്ളാം. പ്രൊഫസറിന് സംസാരിക്കാനായിട്ട് 20 മിനിറ്റാണ് ഉള്ളത്. അതിനുശേഷം അടുത്ത 2 ആൾക്കാരും 20 മിനിറ്റ് വീതം സംസാരിക്കും. 1 മണിക്കൂറത്തെ ഇവരുടെ സംഭാഷണങ്ങൾക്ക് ശേഷം നമ്മൾ പൊതുവായിട്ടുള്ള ചർച്ചകളിലേക്ക് തിരിയുന്നതാണ്. ഏറെ സ്നേഹത്തോടുകൂടെ പ്രൊഫസർ മ്യൂസ് മേരി ജോർജിനെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തോമസ് വടക്കേലച്ചൻ, എബ്രഹാം സാർ, ഫാദർ ബിനോയ് പിച്ചളക്കാട്ട്, ഫാദർ മാർട്ടിൻ ശങ്കൂരിക്കൽ, മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട വൈദിക വിദ്യാർത്ഥികളെ, ഇന്നലെ മുതൽ നിങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള, കേരളത്തിൽ നിന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന
ഒരു വിഷയത്തെ വ്യത്യസ്ത പരിപ്രേക്ഷ്യങ്ങളിൽ നോക്കിക്കാണാൻ, മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു. അതുകൊണ്ട് നവോത്ഥാനത്തെ സംബന്ധിച്ച് ഒരാമുഖത്തിൻ്റെ ആവശ്യം ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിൽ സ്ത്രീകളുടെ ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു നവോത്ഥാനവുമായിട്ടുള്ള അവരുടെ അഭിമുഖം, അല്ലെങ്കിൽ അതിനെ ഒന്ന് മുഖാമുഖം നിർത്തി നോക്കിക്കാണുന്ന ഒരു പ്രക്രിയയാണ് ഞാൻ പ്രധാനമായിട്ടും ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളം എന്ന് പറയുന്ന ഇന്നത്തെ ഈ രാഷ്ട്രീയ ഭൂപടം രൂപപ്പെടുന്നതിന് മുൻപ് 3 പുത്രികാ രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ബ്രിട്ടീഷ് മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു. കൊച്ചി രാജ്യം, കൊച്ചി സീമ എന്നാണ് അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് തിരുവിതാംകൂർ. ഇങ്ങനെ 3 രാജ്യങ്ങളായി തിരിഞ്ഞിരുന്ന ഒരു രാഷ്ട്രീയ രൂപമാണ് പിന്നീട് കേരളപ്പിറവിയോടുകൂടി കേരളം എന്ന് പറയുന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള ഒരു സംസ്ഥാനമായി രൂപപ്പെടുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാനത്തെ പൊതുവെ അടയാളപ്പെടുത്തുന്നത് 19ാം നൂറ്റാണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കാരണം എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ആധുനികീകരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ചരിത്രകാരന്മാരെല്ലാം പ്രധാനമായും 19ാം നൂറ്റാണ്ടിനെ കേന്ദ്രീകരിച്ചാണ് നിലനിൽക്കുന്നത്. കാരണം അക്കാലത്തെ കേരളത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു റെഫറൻസ് ഗ്രന്ഥം എന്ന് പറയുന്നത് പി ഭാസ്കരൻ ഉണ്ണിയുടെ 19ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന പുസ്തകമാണ്. നമുക്കിന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വിശ്വാസവും തോന്നില്ലാത്ത വിധത്തിലുള്ള അത്ര വിചിത്രമായിട്ടുള്ള ആചാരങ്ങളോട് കൂടിയ ഒരു പ്രദേശമായിരുന്നു കേരളം എന്ന് പറയുന്ന നാം ഇന്ന് നമ്മുടെ ഈ മാതൃഭൂമി. ഇതിൽ വിദ്യാഭ്യാസമാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കേന്ദ്ര പോയിൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് ഞാൻ ആദ്യമേ പ്രവേശിക്കുകയാണ്. വിദ്യാഭ്യാസമാണ് എല്ലാ തരത്തിലുള്ള നവോത്ഥാന പ്രക്രിയകൾക്കും തുടക്കം അല്ലെങ്കിൽ കാരണമാകുന്നത്. അല്ലാതെ ഒരു നവോത്ഥാനം ഒരു പ്രത്യേക മൊമെൻറ്റിൽ ഇങ്ങനെ തന്നെ ഉണ്ടായി വരികയില്ല. അതിന് ഒരു ഭൂമിക ഉണ്ടായിരിക്കും. ഈ ഭൂമികയെ നിർണയിച്ചത് അല്ലെങ്കിൽ അതിനെ നിർമ്മിച്ചത് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു ആധുനിക വിദ്യാഭ്യാസമാണ്. കേരളത്തിൽ അതിന് മുമ്പ് 3 തരം സ്കൂളിംഗാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒന്ന് ബ്രാഹ്മണർക്കുള്ള വേദപാഠശാലകളുടെ ഒരു ട്രഡീഷനുണ്ട്. അതേസമയം തന്നെ പല മതസ്ഥർ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന് അവരുടേതായിട്ടുള്ള ചില മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ പോലെ ഒരു വലിയ സ്കൂളിംഗ് അല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ചില വിദ്യാഭ്യാസങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വലിയ അച്ഛന്മാരോട് കൂടെ താമസിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കളരി എന്ന് പറയുന്ന ഒരു ആയോധന സമ്പ്രദായം, അതോടൊപ്പം തന്നെ എഴുത്തും അത്യാവശ്യം കണക്കുകൂട്ടലും ഒക്കെ പഠിപ്പിച്ചിരുന്നു. പിന്നീട് ചില നിലത്തെഴുത്ത് പള്ളിക്കൂടങ്ങൾ, പ്രത്യേകിച്ച് സവർണ 15ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ ലീലാതിലകകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ത്രൈവർണികരല്ലാത്തവർക്ക് പ്രത്യേകമായിട്ടുള്ള അങ്ങനെ സ്കൂളിലെ കാരണവന്മാരിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കൊണ്ട് സ്കൂളിങ് തിരിഞ്ഞിരിക്കുക. അവിടേക്കാണ് പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ നാഗർകോവിൽ പ്രദേശത്തെ ഒരു സാൽവേഷൻ ആർമിക്കാരനാണ് സത്യത്തിൽ ആദ്യത്തെ ഒരു പൊതുവിദ്യാഭ്യാസം എന്ന് നമുക്കിന്ന് വിദ്യാലയം എന്ന് പേരിടാവുന്ന ഒരു കാര്യം തുടങ്ങുന്നത്. വില്യം തോബിയാസ് റിങ്കിൾടോപ്പ്, അതാണ് ഹിസ്റ്ററി പുസ്തകത്തിലൊക്കെ കാണുന്നത്. അതിനുശേഷം ഏറ്റവും പ്രത്യേകത പിന്നീട് തൊട്ടു പിന്നാലെ 1820കളിൽ തന്നെ റീജൻ റാണിമാരായിട്ടുള്ള സ്വാതി തിരുനാളിന് മുമ്പുള്ള 2 റാണിമാരും ഗൗരി പാർവതിബായി പ്രത്യേകമായിട്ട് സ്കൂളുകൾ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്കൂളുകൾ ആരംഭിക്കുകയാണ്. ഈ സ്കൂളുകളിൽ ഉള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിൽ ബ്രാഹ്മണരധികം ഈ സ്കൂളിൽ പങ്കെടുത്തിരുന്നതേ ഇല്ല, പ്രവേശിച്ചിരുന്നില്ല. മതപരിവർത്തനം ചെയ്തിരുന്ന ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് ആ കാലത്ത് ദക്ഷിണ കേരളത്തിലുള്ള ചാന്നാന്മാരും നാടാന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, ഈഴവർ, മറ്റു ചില ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, മഹമ്മദിയരും തീരെ സ്കൂളിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു സ്കൂൾ പ്രവേശനത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ 1840കളിൽ തന്നെ
പെൺപള്ളിക്കൂടങ്ങൾ ധാരാളമായി തുടങ്ങുന്നുണ്ട്. വെർണാക്കുലർ സ്കൂളിൻ്റെ ഒപ്പം തന്നെ, അതായത് നാട്ടുഭാഷാ വിദ്യാലയങ്ങളോട് ചേർന്നിട്ട് തന്നെ പെൺപള്ളികളുണ്ട്. ഈ കാഞ്ഞിരപ്പള്ളിയിൽ കുരിശിങ്കലിനടുത്തൊരു സ്കൂളുണ്ട്. എനിക്ക് തോന്നുന്നു ആ സ്കൂളില്ല, അവിടെ സ്കൂളല്ല, അത് ഒരു 150-ലധികം വർഷമുള്ള ഒരു പെൺപള്ളിക്കൂടമാണ്. അപ്പോൾ അത്രയും മുന്നേ തന്നെ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ സമയത്താണ് അതിൻ്റെ 150-ാമത്തെ വാർഷികം വന്നത്. അപ്പോൾ അങ്ങനെ അത്രയും മുന്നേ തന്നെ ഈ തിരുവിതാംകൂറിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിനുള്ള ചില സാധ്യതകൾ തുടങ്ങി. ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എപ്പോഴും സ്വാതന്ത്ര്യ ബോധത്തെ നിർമ്മിക്കുന്നുണ്ട്, അവകാശങ്ങളെ നിർമ്മിക്കുന്നുണ്ട്, പൗരാവകാശങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളെ നിർമ്മിക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് 1850-കളിൽ തിരുവിതാംകൂറിലെ ഏറ്റവും ചലനം സൃഷ്ടിച്ച കാര്യമായിരുന്നു ചാന്നാർ ലഹള എന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള മേൽവസ്ത്രം ധരിക്കാൻ വേണ്ടി ചാന്നാർ സ്ത്രീകൾ നടത്തിയ സമരം. ഇത് ദീർഘകാലം നീണ്ടു നിന്നു, പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ സമരം അവസാനിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ, അതായത് ഈ വിദ്യാഭ്യാസം കൊണ്ട് കേരള സമൂഹത്തിലുള്ള സ്ത്രീയുടെ നവോത്ഥാനത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ട് നമുക്ക് ഈ ചാന്നാർ ലഹളയെ കാണാൻ സാധിക്കും. അതായത് മേൽജാതിക്കാരെ പോലെ തന്നെ. ഇതിൻ്റെ കാരണം മതപരിവർത്തനം ചെയ്ത ചാന്നാട്ടികൾ, അങ്ങനെ തന്നെ ആ വാക്ക് ഉപയോഗിക്കാൻ, ചാന്നാട്ടികൾ ചട്ട പോലെയുള്ള വസ്ത്രം ധരിച്ചു. അങ്ങനെ അവരവരുടെ മാറിടങ്ങളെ മറച്ചുകൊണ്ട് പൊതുനിരത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ മതം മാറാത്തവർക്കും അത് ആ അവകാശം ആവശ്യമാണ്. അപ്പോൾ ഇവർ ഏതായാലും മേൽവസ്ത്രം ധരിച്ചപ്പോൾ മേൽജാതിക്കാർ ഇവരുടെ ചട്ട വലിച്ചു കീറുന്നു. അങ്ങനെ കുറേ വിഷയങ്ങളിലൂടെ പലതരം ഡിസ്കഷൻസിലൂടെയാണ് ഏറ്റവും അവസാനം ചാന്നാർ സ്ത്രീകൾക്കും മാറുമറയ്ക്കാം, പക്ഷെ മേൽജാതിക്കാർ ധരിക്കുന്നത് പോലെ ആവരുതെന്നുള്ള ഒരു ക്ലോസോടുകൂടി മേൽവസ്ത്രം ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു മുന്നേറ്റത്തിൽ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാം. 1866-ലോ 65 ആ ഒരു കാലഘട്ടത്തിൽ, 66-ലാണ് എൻ്റെ ഓർമ്മ, ചാവറയച്ചൻ കൂനമ്മാവിൽ ഒരു അമ്മയും മകളും ചേർന്ന് ഒരു ഇന്ത്യൻ സന്യാസിനികളുടെ ഒരു കോൺഗ്രിഗേഷന് തുടക്കമിടുകയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശീയമായിട്ടുള്ള ഒരു സന്യാസ ജീവിതത്തിന് വേണ്ടി സ്ത്രീകൾക്ക് സാധ്യമാകത്തക്ക വിധത്തിലുള്ള, കാരണം അവരുടെ ആത്മീയ അന്വേഷണത്തിലും അവരുടെ വിദ്യാഭ്യാസത്തിലും പിൽക്കാലത്ത് വലിയ മാറ്റം വരുത്തുന്ന ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു കാര്യത്തിൻ്റെ മൈൽ സ്റ്റോൺ ആണ് ഈ ചാവറയച്ചനിലൂടെ ഈ കൂനമ്മാവിൽ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ നാലാഗമം എന്ന് പറയുന്ന ആ ഒരു ബുക്ക് വായിച്ചാൽ അറിയാം ഈ ഒരു സന്യാസ ഓർഡറിനെ എങ്ങനെയാണ്, ആരെയെല്ലാം കാണുന്നു, അതിൻ്റെ ഭൂമി കിട്ടാൻ വേണ്ടി കെട്ടിടം എങ്ങനെയാണ് പണിയുന്നത്, അപ്പോൾ പെർമിഷൻസ് ഭരണാധികാരികളിൽ നിന്ന് വാങ്ങിക്കുന്നത്, രാജാവിനെ കാണുന്നത്, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ, ബ്രിട്ടീഷ് റെസിഡൻറ്റ് സാഹിബിനെ മീറ്റ് ചെയ്യുന്ന, അങ്ങനെ പല പ്രോസസ്സിൽ കൂടി അങ്ങനെ കേരളത്തിലേക്ക് ഒരു സന്യാസിനി മഠം ഉണ്ടാവുകയാണ്. കേരള ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശീയമായ ഒരു മഠം. ഇത് പിന്നീട് വലിയ മാറ്റങ്ങൾ, ഒരു സ്ത്രീകളുടെ വിദ്യാഭ്യാസ വിപ്ലവത്തിൽ തന്നെ വലിയ കാര്യം സൃഷ്ടിച്ച ഒരു കാര്യമാണ് ഈ അന്ന് ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം തന്നെ പല സന്യാസ മഠങ്ങൾ സ്ഥാപിക്കുന്നു. അതൊരു കോൺഗ്രിഗേഷൻ, കാർമലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റർഹുഡിൻ്റെ തുടക്കം അവിടെ ഉണ്ടാകുന്നു. ഇതിൻ്റെ തൊട്ട് ശേഷം വരുന്ന ഒരു കാലഘട്ടത്തിലാണ്, നമുക്കറിയാം, ഇന്നലെ ഇവിടെ സുനിൽ പിള്ളയുടെ ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും തൈക്കാട് അയ്യാസ്വാമികളെക്കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഒരു വളരെ മതാതീതമായിട്ടുള്ള ചില സ്പേസ് നിർമ്മിക്കലിൻ്റെ ഒരു കാര്യമുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന പറഞ്ഞ സർവരും സോദരത്തേന, ഇതൊരു പുതിയൊരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്നത് 8 അടി 16 അടി 32 അടി 64 അടി അടിക്കണക്കിൽ അകലങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജാതികൾ ജീവിച്ചിരുന്ന ഒരു നാട്ടിൽ അവിടേക്ക് സർവരും സോദരത്തേന എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരികയാണ്. ഇതിനകത്ത് കുറച്ചൊക്കെ ഇത് ശ്രീനാരായണ ഗുരു പറയുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു എങ്കിൽ പോലും പക്കാ ഇന്ത്യൻ മാത്രമല്ല, അതിനകത്ത് ഈ പറഞ്ഞ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ റിഫ്ലക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ 888-ലാണ് ഈ ശിവപ്രതിഷ്ഠ ഉണ്ടാകുന്നത്. 1893-ലാണ് അയ്യങ്കാളിയുടെ പ്രസിദ്ധമായിട്ടുള്ള വില്ലുവണ്ടി സമരം ഉണ്ടാകുന്നത്, യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരം ഉണ്ടാകുന്നത്. ഇതിൻ്റെ തൊട്ട് പിന്നാലെയാണ് 1905-ൽ
പുലയ പെൺകുട്ടിയായിട്ടുള്ള പഞ്ചമിയുമൊത്ത് അദ്ദേഹം ഊരൂട്ടമ്പലം സ്കൂളിൽ അഡ്മിഷന് ചെല്ലുന്നത്. സ്കൂൾ അത് കത്തിച്ച് സ്കൂൾ അഡ്മിഷൻ ഡിനേ ചെയ്യുന്നു. അദ്ദേഹം സ്കൂൾ അവർ നിർമ്മിക്കുന്നു. ആ സ്കൂളുകൾ പലതവണയായിട്ട് ഉണ്ടാക്കുന്നു, കത്തിക്കപ്പെടുന്നു. ഇങ്ങനെ ഒരു വലിയൊരു പ്രക്രിയയിലൂടെ ഇവിടെ ദലിതരായിട്ടുള്ള മനുഷ്യരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള ഒരു ഡിസ്കഷൻ രൂപപ്പെടുന്നുണ്ട്. ഇതേ കാലഘട്ടത്തിൽ ഈ 1905 എന്ന് പറയുന്ന ഈ കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. 1905 കേരളത്തിലെ ആദ്യത്തെ, എനിക്കൊന്ന് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടറായ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് അവർ ഡിഗ്രിക്ക് പഠിക്കാൻ യൂണിവേഴ്സിറ്റി കോളേജ്, ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, അന്നത്തെ രാജകീയ കലാലയത്തിൽ ചെല്ലുന്നു. അപ്പോൾ അവർ അവിടുന്ന് 1909 പഠനം പൂർത്തിയാകുന്നു. ഈ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അവർക്ക് സയൻസ് പഠിക്കാൻ തിരുവനന്തപുരത്ത് അനുവാദം ഇല്ലാഞ്ഞതുകൊണ്ട്, പെർമിഷൻ ഇല്ലാഞ്ഞതുകൊണ്ട്, പെൺകുട്ടികൾക്ക് പെർമിഷൻ ഇല്ലാഞ്ഞതുകൊണ്ട് മദ്രാസ് കോളേജിൽ അവർ പഠിക്കുന്നു. അവിടെ നിന്ന് പിന്നീട് അവർ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഡോക്ടർ മേരി പുന്നൻ എന്ന് പറയുന്നത് ഈ കോട്ടയം അയ്മനംകാരിയായിട്ടുള്ള ഒരു ആംഗ്ലിക്കൻ സിറിയൻ കുടുംബത്തിൽ ജനിച്ച, അവരുടെ അച്ഛൻ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഡോക്ടറാണ് ഡോക്ടർ പുന്നൻ. അങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞു വന്ന അവർ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്ത്, വിശേഷിച്ച് സ്ത്രീകളുടെ ആരോഗ്യ രംഗത്ത് വലിയൊരു നാഴികക്കല്ല് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കാരണം അവരിവിടെ വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് ഗൈനക്കോളജി പോലൊരു ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ നിന്ന് ധാരാളം ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികളെ സൂതികർമ്മ മിഡ്വൈഫറി കോഴ്സ് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു മേഖലയിലേക്ക് കേരളം പ്രവേശിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ, നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അന്ന ചാണ്ടി എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് അന്ന ചാണ്ടി. അവരും ഈ തിരുവിതാംകൂർ സ്റ്റേറ്റിൽ നിന്നുള്ളതാണ്. അവരുടെ ലോ പഠനം പൂർത്തിയായി അവരൊരു മുൻസിഫ് ജഡ്ജായിട്ട് മാറുകയാണ്. അങ്ങനെ കേരളത്തിലെ സ്ത്രീകളുടെ ഒരു ജീവിതമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 2 ദശകങ്ങളിൽ തന്നെ ഇവിടെ വലിയ മാറ്റങ്ങൾ അടയാളപ്പെടുത്തപ്പെടുന്നു. എല്ലാവർക്കും ഈ മാറ്റം വന്നു എന്നല്ല, പക്ഷേ ഒരു ജഡ്ജി ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് തന്നെയല്ലെന്ന് കോമൺവെൽത്തിൽ തന്നെ ബ്രിട്ടീഷിലെ 2ാമത്തെ മറ്റാണ് ജഡ്ജാണ് ഇവർ, ഒരു ലേഡി ജഡ്ജാണ് ഈ അന്ന ചാണ്ടി. എനിക്ക് തോന്നുന്നു അവർ ഒരു ആംഗ്ലിക്കൻ സിറിയനായിരുന്നു, പക്ഷെ അവർ കാത്തലിക് ആയിട്ട് പിന്നീട് കത്തോലിക്ക മതത്തെ സ്വീകരിച്ച് അവിവാഹിതയായി ജീവിക്കുകയുണ്ടായി. ഇതിൻ്റെ പീരീഡിൽ ഇതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ആനി മസ്ക്രീൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ തിരുവനന്തപുരത്ത്, അതായത് ആ കാലത്തെ കണക്ക് നോക്കുമ്പോൾ, ഞാനിതിപ്പോൾ 20 മിനിറ്റ് ഉള്ളതുകൊണ്ട് വായിക്കുന്നില്ല, എത്ര സ്ത്രീകൾ പങ്കെടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. എഴുത്തും വായനയുള്ള സ്ത്രീ, അക്ഷരജ്ഞാനമുള്ളവർ, ഇവരുടെയൊക്കെ കാര്യം പറയുന്നുണ്ട്. ഏതാണ്ട് 1900 ആദ്യം തന്നെ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിക്ക് രാജാവ് 1000 രൂപ ഡൊണേറ്റ് ചെയ്യണം, കാരണം പുസ്തകങ്ങൾ വളരെ പ്രധാനപ്പെട്ടായതുകൊണ്ട്. ആനി മസ്ക്രീൻ ഡ്യുവൽ ഡിഗ്രിയാണ് പാസ്സാകുന്നത്. അവർ തിരുവനന്തപുരംകാരിയാണ്. പിന്നീട് ദാക്ഷായണി വേലായുധൻ, ഈ 2-3 സ്ത്രീകളുടെ പേര് ഞാൻ പറയാൻ കാര്യം ഇവർ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ടവരാണ്. ദാക്ഷായണി വേലായുധൻ കൊച്ചി രാജ്യത്ത് നിന്ന് വരുന്നത് തന്നെയല്ല, കൊച്ചി രാജ്യത്ത് നിന്ന് മേൽവസ്ത്രം ധരിച്ച ആദ്യത്തെ സ്ത്രീ എന്നൊക്കെ പൊതുവെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അവർ പുലയ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ്. അവർ ഡിഗ്രി പാസ്സാകുന്നു. അവർ പിന്നീട് ലെജിസ്ലേറ്റ് ചെയ്യുക, കാരണം ഈ 3 സ്ത്രീകളും ഒരാളും കൂടെ ഉണ്ട്, അമ്മു സ്വാമിനാഥൻ. അവർ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ദേശീയ സമരത്തിൽ തന്നെ വളരെ പ്രാധാന്യം നേടിയ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെയൊക്കെ ഫാമിലി. അവിടെ നിന്ന് വരുന്ന അമ്മു സ്വാമിനാഥൻ ബ്രിട്ടീഷ് മലബാറിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ആ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടിയ ഒരു പൊളിറ്റിക്കൽ വുമണാണ്, ഒരു രാഷ്ട്രീയ സ്ത്രീ എന്ന് നമുക്ക് പറയാം. ആനി മസ്ക്രീനും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്, പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ സ്ത്രീകളിൽ ഒരാളാണ്. ഈ 3 പേർ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ഇവർ 3 പേരും ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തുന്നതിനുള്ള അംബേദ്കറിൻ്റെ ഒപ്പമുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗമായിരുന്നു ഈ 3 പേരും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തുന്നതിൽ ഒരു ദലിത് സ്ത്രീ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 3 സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്.
ഇതിൻ്റെ ഈ കാലഘട്ടത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു സ്ത്രീ വരുന്നുണ്ട്. അവരാണ് അക്കാമ ചെറിയ എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് 1938 സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ജാഥ നയിക്കുകയും സർസിപ്പിയുടെ പട്ടാളത്തിന് നേരെ തൻ്റെ നെഞ്ച് കാട്ടിക്കൊടുത്തിട്ട് എന്നെ വെടിവെച്ചിട്ട് മാത്രമേ വോളണ്ടിയേഴ്സിനെ വെടിവെക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉറക്കെ പറയുകയും ചെയ്ത വോളണ്ടിയർ ക്യാപ്റ്റനായി പ്രവർത്തിച്ച അക്കാമ ചെറിയാൻ, ഇവരും ഡിഗ്രി നേടിയതാണ്. അപ്പോൾ അങ്ങനെ സ്കൂളുകൾ, വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, അവിടേക്ക് പഠിക്കാനെത്തിയ കുറഞ്ഞ ശതമാനത്തിലുള്ള സ്ത്രീകൾ, ഈ സ്ത്രീകൾ പക്ഷേ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ വലിയ വലിയ അടയാളപ്പെടുത്തലുകളാണ് സൃഷ്ടിച്ചത്. തൊട്ട് പിന്നാലെയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള മുസ്ലിം വനിതയാണ്. അവർ പത്തനംതിട്ട ജില്ലക്കാരിയാണ്. അങ്ങനെ കേരളം എന്ന് പറയുന്നത്, കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഔദ്യോഗികവും രാഷ്ട്രീയവും ഭരണഘടനാ രൂപീകരണ പ്രക്രിയയിലും ഒക്കെ പങ്കെടുക്കത്തക്ക വിധത്തിലുള്ള പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടിയ സാന്നിധ്യമായിരുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം. ഇതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കുന്ന 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം നമുക്ക് കാണാം. 19-ാം നൂറ്റാണ്ടിൽ തുടങ്ങി 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇത് വളരെ സജീവമായി. ധാരാളം പെൺപള്ളിക്കൂടങ്ങൾ കൊച്ചിയിലും, എനിക്കൊന്ന് തൃശ്ശൂർ പേരൂർ സ്കൂൾ ആരംഭിക്കുന്നു. തിരുവനന്തപുരത്ത് ഹോളി ഏഞ്ചൽ സ്കൂൾ വളരെ മുന്നേ ഉണ്ട്. ഈ ആനി മെസ്ക്രീനൊക്കെ ഹോളി ഏഞ്ചൽ സ്കൂളിൽ പഠിച്ചവരാണ്. അപ്പോൾ ഈ ഹോളി ഏഞ്ചൽ സ്കൂള്, തൃശ്ശൂർ പേരൂരുള്ള സ്കൂളുകൾ, തൃപ്പൂണിത്തറയിലുള്ള സ്കൂളുകൾ, അതിന് പുറമെ കൊല്ലം ജില്ലയിൽ ധാരാളം സ്കൂളുകൾ തുടങ്ങുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് കേരളം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം തന്നെ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു ഉപോൽപ്പന്നം എന്ന് നമുക്ക് പറയാവുന്നതാണ്. അറിവിന് എത്ര പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ചില അടയാളപ്പെടുത്തലുകളാണ് 1889 വന്ന ഇന്ദുലേഖ നോവലിലും 1882 വന്ന ഘാതകവധം നോവൽ, ഈ രണ്ടിലും സ്ത്രീകളാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. ഘാതകവധം കോളിൻസ് മദാമ എഴുതിയ നോവലാണ്. അപ്പോൾ ഇതിൻ്റെ നോവലിൻ്റെ എയിം വ്യത്യാസമാണ്. തന്നിലെ ഘാതകനെ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ രഹിതമായ ജീവിതം നയിച്ചിരുന്ന ആളിൻ്റെ ആ ഘാതകൻ്റെ മരണമാണ് ലക്ഷ്യമിടുന്നതെങ്കിലും, അല്ലെങ്കിൽ ഒരു പ്യുവർ ക്രിസ്ത്യൻ, ഐഡിയോളജിക്കലി ഒരു ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു നിർമ്മിതിയൊക്കെ ഉള്ള ശ്രമം ആ നോവലിലുണ്ടെങ്കിലും, പക്ഷെ ആ നോവലിലെ മറിയ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ മുറിയെക്കുറിച്ച് പറയുമ്പോൾ ആ മുറിയിൽ പുസ്തകങ്ങൾ ഇരിക്കുന്നതിനെക്കുറിച്ച് പറയും. ബുക്സ് വായിക്കുന്ന 1882 ഇത് എല്ലാവരും വായിച്ചിരുന്നു എന്നല്ല, പക്ഷെ അതൊരു പ്രതീക്ഷയാണ്. 1889 ഇന്ദുലേഖയുടെ ആ നോവലിലും ഇന്ദുലേഖയെ കാണാൻ വേണ്ടി സൂര്യ നമ്പൂതിരിപ്പാട് അവരുടെ മുറിയിൽ ചെല്ലുമ്പോൾ ആ മുറിയിൽ പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ ഇരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഇന്ദുലേഖ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് സൂര്യ നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ആത്മകഥ ഉണ്ട്. അതാ ഇംഗിരിയസ് പുറപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡ്, ഇംഗ്ലീഷ് ഭാഷ എന്നുള്ളതല്ല, അത് ഒരു അതൊരു പ്രത്യേകതരം സെൻസിബിലിറ്റി അടയാളപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഒരു നായരായ സ്ത്രീ നമ്പൂതിരിയോട് തർക്കുത്തരം പറയാവുന്ന രീതി, അല്ലെങ്കിൽ മറുപടി കൃത്യമായി പറയാവുന്ന രീതിയിലുള്ള സ്വത്വബോധമുള്ള ഒരു വിമൻഹുഡിൻ്റെ അടയാളപ്പെടുത്തലാണ്. അവരുടെ സംസാരത്തെയാണ് അദ്ദേഹം ഇംഗ്ലീഷ് പറയുന്നത്. ഇതിലെ സംസാരിക്കുന്ന പച്ച മലയാളത്തിലാണ്, പക്ഷെ നമ്പൂതിരി പറയുന്ന ഇംഗിരിയസ് പുറപ്പെടുന്നു എന്നാണ് പറയുക. അപ്പോൾ അത്തരത്തിൽ തൻ്റെ ലൈംഗികമായ ഒരു അധികാരത്തെ, ഇച്ഛാശക്തിയെ നിർവഹിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതിൽ അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതിൽ വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട പങ്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് 905 ഒരു കഥ, നാണിച്ചു പോയി എന്ന് പറയുന്ന ഒരു കഥ. ആ കഥയ്ക്കകത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീയാണ് പറയുക. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാണ് ഹെൻറിറ്റ ടെമ്പിൾ എന്ന് പറയുന്ന നോവൽ എടുത്ത് വായിക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ ഈ സ്ത്രീ സ്വയം പറയുകയാണ്, ഇത് ഞാനും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വായിക്കുന്ന സ്ത്രീ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു വരുന്നു. 1916 വളരെ പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിൻ്റെ മലയാള ചെറുകഥ ചരിത്രത്തിൽ അടയാളപ്പെടുന്ന ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന കഥയാണ് തലച്ചോറില്ലാത്ത സ്ത്രീ. സരസ്വതി ഭായിയുടെ തലച്ചോറില്ലാത്ത സ്ത്രീ എന്ന് പറയുന്ന കഥ. ഈ കഥയ്ക്കകത്ത്
തൻ്റെ ക്രിയേറ്റിവിറ്റിയെ അടയാളപ്പെടുത്തുന്ന വുമനെയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്ത്രീക്ക് സർഗാത്മകതയുണ്ട്. ഇതിനകത്തൊരു ഒരു ഡയലോഗ് നിർമ്മിച്ചുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഒരു വലിയ കഥ, ഒരു വളരെ ആൺകോയ്മയുള്ള ഒരു പുരുഷനോടൊപ്പം ഇവർ ജീവിക്കുകയും അയാൾ ഇടയ്ക്കിടയ്ക്ക് സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണെന്ന് പറയുകയും തന്നെ പോലെയുള്ള ആണുങ്ങളാണ് ഈ കഥാരചന സാഹിത്യാദി കാര്യങ്ങളിലും പത്രപ്രവർത്തനത്തിലൊക്കെ നിൽക്കേണ്ടതെന്ന് ഇടയ്ക്കിടയ്ക്ക് സ്വയം ഇങ്ങനെ പ്രശംസിക്കുന്ന ഒരാളാണ്. പക്ഷെ ആ മനുഷ്യനോട് അയാൾ അറിയാതെ അയാളുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നോവൽ എഴുതി, ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു പേരിൽ നോവൽ എഴുതി. ആ നോവൽ മത്സരത്തിൽ രണ്ടുപേരും മത്സരിക്കുന്നുണ്ട്. ബാലകൃഷ്ണന് ഫസ്റ്റ് കിട്ടി. ബാലകൃഷ്ണൻ്റെ എഴുത്തിനെ കുറിച്ചൊക്കെ വന്ന് ഭർത്താവ് വലിയ കാര്യമായിട്ട് പറയുമ്പോൾ ആ ബാലകൃഷ്ണൻ തൻ്റെ കൂടെ ഇത്രയും നാളും താമസിച്ചുകൊണ്ടിരുന്ന ഭാര്യയാണെന്ന് അയാൾ അറിയണം. അപ്പോൾ സർഗാത്മകത എന്ന് പറയുന്നത് ഒരു ആണിന് മാത്രമുള്ളതല്ല. ഈ കുഞ്ഞിനെ വളർത്തുകയും പോറ്റുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ കുടുംബം നടത്തുന്നതോടൊപ്പം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം സ്ത്രീക്ക് ഉണ്ട് എന്ന് സ്ഥാപിച്ച ഒരു കഥയാണ്. അപ്പം ഞാൻ ഈ 2-3 കഥകൾ എടുത്ത് പറയാൻ കാര്യം, ഇത് ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതോ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നതോ, ഞാൻ സംഭവിച്ചു എന്നൊന്നും പൂർണ്ണമായിട്ട് പറയുന്നില്ല, ആഗ്രഹിക്കുന്നതോ ആയ ഒരു പുതിയ സ്ത്രീയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ കൃതികളൊക്കെയും. അത് ചിലത് പുരുഷന്മാർ എഴുതിയാണ്, ചിലത് സ്ത്രീകൾ എഴുതിയാണ്. അതിന് സമാന്തരമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസമുള്ള ഔദ്യോഗിക മേഖലകൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളം വിട്ട് ഇംഗ്ലണ്ടിലേക്ക് യാത്രയാവുന്ന സ്ത്രീ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായും കേരളത്തിൽ നിൽക്കുന്നത്. മുഴുവൻ സ്ത്രീകൾ ഇംഗ്ലണ്ടിൽ പോയെന്നല്ല, പക്ഷെ ഒരു സ്ത്രീ ഇംഗ്ലണ്ടിലേക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്നു എന്ന് പറയുന്നത് തന്നെ ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ പ്രധാനപ്പെട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർജനാണ് ഈ പറഞ്ഞ ഡോക്ടർ മേരി. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ ആ കാലത്തെ സെൻസസിൽ നാഗമയ്യയുടെ മറ്റും ട്രാവൻകൂർ മാനുവൽ എന്ന് പറയുന്ന ബുക്കിനകത്ത് വിദ്യാഭ്യാസം നേടുന്ന അവർ കമ്മ്യൂണിറ്റി തിരിച്ച് വിദ്യാഭ്യാസം നേടുകയും അതിൻ്റെ കണക്കൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് നാഗമയ്യയും പിന്നീട് സദസ്സിലേൻ വേലുപ്പിള്ളയും എഴുതുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളിൽ കൊച്ചിയിൽ ജൂതന്മാർ, മറ്റ് ഇടങ്ങളെ നോക്കുമ്പോൾ അതിനകത്ത് ക്രിസ്ത്യൻ സ്ത്രീകളാണ് ഏറ്റവും മുന്നിൽ വിദ്യാഭ്യാസം നേടുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അധ്യാപികമാരായും ആശാട്ടിമാരായും പ്രിന്റിംഗ് പ്രസ്സുകളിൽ അച്ചടിയിൽ സഹായിക്കുന്ന സ്ത്രീകളായും ഒക്കെയും ജോലിക്കാരായിട്ടുമൊക്കെ വളരെ ചെറിയ തോതിൽ സ്ത്രീകൾ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ പിന്നീട് 1960-കളിൽ വളരെ ഡെവലപ്പ് ചെയ്തു വന്ന ഒരു സാമാന്യ സ്വഭാവത്തിലേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഉണ്ടാവുകയാണ്. രാഷ്ട്രീയ സ്ത്രീ, ഇപ്പം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് തിരുവിതാംകൂറിനെ നയിച്ച പ്രധാനപ്പെട്ട 2 ആളുകൾ ഉണ്ടാകുന്നത്. അക്കാമ്മ ചെറിയാനും റോസമ്മ ചെറിയാനും. കാഞ്ഞിരപ്പള്ളി കരിപ്പാപ്പറമ്പിൽ കുടുംബക്കാരാണ് അവർ. അതേസമയം അതേ കാലഘട്ടത്തിലാണ് ആനി മസ്ക്രീനെ പോലെയുള്ള ലീഡേഴ്സ് തിരുവനന്തപുരം ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ വുമൺ എന്ന് പറയുന്നതും പിൽക്കാലത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ കാലഘട്ടത്തിൽ, വിശേഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിന് ആ കാലഘട്ടത്തിൽ തുടങ്ങി 1930-കളിൽ തുടങ്ങിയിട്ട് പിന്നീട് വളരെ ശക്തി പ്രാപിക്കുന്ന ഒരു ആശയമാണ് പൊളിറ്റിക്കൽ വുമൺ എന്ന് പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മേഖലയിലും ഔദ്യോഗിക മേഖലയിലും ക്രിയേറ്റിവിറ്റി സർഗാത്മകതയുടെ മേഖലയിലും ഒക്കെയും രാഷ്ട്രീയ മേഖലയിലുമൊക്കെ സ്ത്രീകൾ ശക്തമാകുന്നതിലേക്ക് ഈ നവോത്ഥാനം അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന വിദ്യാഭ്യാസം, സാർവലൗകിക വിദ്യാഭ്യാസം, പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഏതെങ്കിലും ഒരു വളരെ സങ്കുചിതമായ പരിമിതമായ ഇടത്തിനപ്പുറത്തേക്ക് ഒരു പൊതു ഇടത്തിലേക്ക് അറിവിനെ കൊണ്ടുവരികയും വെർണാക്കുലർ സ്കൂളുകളും ഇംഗ്ലീഷ് സ്കൂളുകളും പെൺപള്ളിക്കൂടങ്ങളും ഒക്കെ തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ ജാതി വളരെ ശക്തമാണ്. ഭാസ്കരനുണ്ണി പറയുന്നുണ്ട്, അധ്യാപകർ കീഴ്ജാതിയിൽപ്പെട്ട കുട്ടികളെ ശിക്ഷിക്കുന്ന എറിഞ്ഞടി എന്ന് പറയുന്നത് അതാ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഇത് വളച്ചു പിടിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ അവരെ മർദ്ദിക്കുന്ന ഒരു അടി, അതായത് ജാതിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ജാതീയതയെ മറികടക്കുന്നതിലേക്ക് സാമൂഹ്യമായ തുല്യതയിലേക്ക് വിദ്യാഭ്യാസം ഒരു മെയിൻ സ്ട്രീമിൽ പുരുഷനെ മുന്നോട്ട് നയിച്ചതുപോലെ തന്നെ വളരെ ചെറിയ തോതിലെങ്കിലും സ്ത്രീകളെ മുന്നോട്ട് നയിച്ചത് കൊണ്ടാണ് പിന്നീട് എനിക്കൊന്ന് 1930-കളിൽ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ് 2-ാം ലോകമഹായുദ്ധം ആകുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ആർമിയിൽ ലേഡീസായിട്ടുള്ള നേഴ്സസ്
പോകുന്നുണ്ട്, നേഴ്സിംഗ് വിദ്യാഭ്യാസം വരുന്നുണ്ട്. അപ്പം അതിന് ആ കാലഘട്ടത്തിൽ തന്നെ വൈദികർ ചില ഗ്രാമങ്ങളിലുള്ള ചില പെൺകുട്ടികളെ സ്വിറ്റ്സർലൻഡിലും ജർമ്മനിയിലും ഇറ്റലിയിലുമൊക്കെ നേഴ്സിങ്ങിനായിട്ട് അയക്കുന്നു, അല്ലെങ്കിൽ അവർ സിസ്റ്റർഹുഡ് എടുക്കുന്നു, അങ്ങനെ പോകുന്നു ഒക്കെ ഈ 1940കളിലും 50കളിലും ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേഴ്സ് ബൂം എന്ന് പറയുന്ന 1980കളിൽ ശക്തമാകുന്ന ആ കാര്യത്തിൻ്റെ തുടക്കവും 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ കാണാൻ സാധിക്കും. ആദ്യം അത് ആർമി നേഴ്സുമാർ, പിന്നീട് ഈ ജനറൽ നേഴ്സ്, കുറച്ച് മിഡ്വൈഫറി, പിന്നീട് ജനറൽ നേഴ്സിംഗ് പോലെയുള്ള ഇന്ന് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന സ്ത്രീ ഉദ്യോഗസ്ഥകളുടെ, നേഴ്സസ് ആയിട്ടുള്ള സ്ത്രീകളുടെ ഒരു തുടക്കവും ഈ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തുടങ്ങുകയാണ്. പിന്നീട് അതിൻ്റെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഫേസാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് 3 മിനിറ്റ് ഉള്ളെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 മിനിറ്റായി. ഞാനൊരു ഓട്ടപ്രദർശനം, എൻ്റെ കുറേയധികം ഡാറ്റ ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഡാറ്റ ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ബട്ട് ജനറലി ഒരു ഔട്ട്ലൈൻ, ഒരു ഇങ്ങനെയൊക്കെ ആണ് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ കൺക്ലൂഡ് ചെയ്യുന്നു. കാരണം എല്ലാ മേഖലയിലും ഔദ്യോഗികമായും ഗാർഹിക അതായത് ഈ മറിയാമ്മ നാടകം എന്നൊരു നാടകമുണ്ട്, കൊച്ചിപ്പൻ തറേൻ്റെ. ആ നാടകം ഈ പറഞ്ഞ വിദ്യാഭ്യാസമുള്ള സ്ത്രീയും വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീയും ഒരു കുടുംബത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കാണുന്ന ഒരു നാടകമാണ്. അപ്പോൾ അമ്മായിയമ്മ മരുമകൾ പോരെന്ന്, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കുറിച്ചുള്ള ഈ വളരെ കൺവെൻഷനലായിട്ടുള്ള സങ്കല്പങ്ങൾ, ഇങ്ങനെ പോകുന്ന, അതായത് ഇവിടെ ഒരു കലക്കം ഉണ്ടായി തുടങ്ങി ഈ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ. എഡ്യൂക്കേഷൻ വരുമ്പോൾ ഈ പറഞ്ഞാൽ കേൾക്കുമോ, അതായത് ഇതിനകത്ത് ഈ റിപ്പോർട്ടുകളിൽ തന്നെ പറയുന്നുണ്ട്, ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചാൽ അവർ അടങ്ങി നിൽക്കുമോ. റവറൻ മേറ്റിയറിൻ്റെ ഒരു കുറിപ്പുണ്ട്, അതായത് ഈ 1816 ആണ് മിസ്സിസ് ബെയ്ലിയും മിസ്സിസ് നോർട്ടനും ഒരു സ്കൂൾ തുടങ്ങുന്നുണ്ട് കോട്ടയത്ത്. കോട്ടയത്തിനടുത്ത് പള്ളം ആ ഭാഗത്തൊക്കെ. ആ സ്കൂളിനകത്ത് തയ്യലും വീട് നന്നാക്കി വെക്കുക, അതൊരു വിക്ടോറിയൻ രീതിയിലുള്ള ഒരു വീട് മോഡിഫിക്കേഷനും അല്പം ഗണിതവും ഭാഷയും ഒക്കെ പഠിപ്പിക്കുന്ന, സ്ക്രിപ്ചറും ഒക്കെ പഠിപ്പിക്കുന്ന ചില സ്കൂളുകളായിട്ടാണ് തുടങ്ങിയത്. പിന്നീട് അത് ചാവറേച്ചൻ, എനിക്ക് തോന്നുന്നു ഈ അദ്ദേഹം തുടങ്ങിയ ആ ഒരു വലിയൊരു മൂവ്മെൻ്റ് ഉണ്ട്, അതെനിക്ക് തോന്നുന്നു ഈ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ. അവിടെ ആദ്യം എല്ലാം പെൺകുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അതും പിന്നീട് നമുക്ക് ചേഞ്ച്ഡ് ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ ആഴത്തിൽ തൻ്റെ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ച പ്രൊഫസർ ഡോക്ടർ മ്യൂസ് മേരി ജോർജിന് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് പ്രൊഫസർ ഡോക്ടർ KM ഫ്രാൻസിസ്. സാറ് നമ്മളോട് സംസാരിക്കുന്ന വിഷയം ഡീകൺസ്ട്രക്റ്റിംഗ് ദ ലെഫ്റ്റിസ്റ്റ് ക്ലെയിംസ് ഓൺ റിനൈസൻസ്. ഇടതുപക്ഷത്തിൻ്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വാദങ്ങളെക്കുറിച്ച് സാറിൻ്റെ ഒരു വിലയിരുത്തലാണ് ഈ പ്രഭാഷണത്തിൽ. സാറിനെ ഏവർക്കും ഏറെ പരിചിതമാണ്. നമ്മുടെ തന്നെ ഈ പൗരസ്ത്യ വിദ്യാപീഠത്തിൻ്റെ അധ്യാപകനാണ് സാറ്. സാറിനെക്കുറിച്ച് ഏതാനും വാക്കുകൾ പൊതുസമൂഹത്തിന് വേണ്ടി. പ്രൊഫസർ ഡോക്ടർ KM ഫ്രാൻസിസ് ഹോൾസ് ഡിപ്ലോമ ഇൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഫ്രം മനില യൂണിവേഴ്സിറ്റി ഫിലിപ്പൈൻസ്, PG ഡിപ്ലോമ ഇൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഫ്രം സെയിൻറ്റ് തോമസ് അക്വിനാസ് യൂണിവേഴ്സിറ്റി റോം, MA and PhD in economics from Calicut University. Dr. Francis was professor at St. Thomas College, Trichur, faculty Inter-University Center for Financial Economics and Engineering, visiting faculty at Medimada, Trichur and Paurusthi Vidyapeetham, Kottayam, School of Management, Dr. John Mathai Center and Agricultural University, Manuti. He is and was member Board of Studies Economics, Calicut, BA Board of Studies of Economics, Calicut University, Chairman PG Board of Examiners, Calicut University. മനോഹരമായിട്ടുള്ള ആഴത്തിൽ പ്രതിപാദിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും സാറ് രചിച്ചിട്ടുമുണ്ട്. ഏറെ സ്നേഹത്തോടും അതിലേറെ ആദരവോടും കൂടെ ഫ്രാൻസിസ് സാറിനെ ക്ഷണിക്കുന്നു. 20 മിനിറ്റാണ് സാറിന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ളത്.
വൈദികരെ, സഹോദരി സഹോദരന്മാർ, ഞാൻ ആദ്യമേ തന്നെ മേരി ജോർജ് ടീച്ചർക്ക് ഒരു നന്ദി പറയാണ്. ഞാൻ നാളേക്കുള്ള ഒരു പ്രബന്ധം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഉൾച്ചേർക്കാനുള്ള ചില ഇൻഫർമേഷൻസ് കൂടി എനിക്ക് കിട്ടിയത് ഞാൻ നന്ദി പറയാണ്. മനോഹരമായിരുന്നു ടീച്ചറെ. ഈ എന്നോട് മാർട്ടിനച്ചൻ ആവശ്യപ്പെട്ടത് ലെഫ്റ്റിസ്റ്റ് ക്ലെയിംസ് ഓൺ റിനൈസാൻസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആ ക്ലെയിമിൻ്റെ സെൻറ്റർ ഇരിക്കുന്നത് നേരത്തെ ടീച്ചറുടെ അവതരണത്തിൽ വളരെ കൃത്യമാണ്. എന്താണ്, 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന ശതകങ്ങളിലാണ് ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു ചിന്ത ആരംഭിച്ചതെന്ന് ഉള്ളതാണ് കേരളത്തിലെ ചരിത്രകാരന്മാർ എന്ത് ചെയ്യണത്, അവകാശപ്പെടുന്നത്. എന്ന് വെച്ചാൽ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടാക്കിയെടുത്തതാണ് ലെഫ്റ്റിസ്റ്റുകൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതാണ് കറണ്ട് നറേറ്റീവ്. ഞാൻ പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ല. കാരണം നവോത്ഥാനം അവിടെ നിന്നല്ല ആരംഭിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, രണ്ടാമത്തെ പ്രശ്നം ടീച്ചർ പറഞ്ഞ അത് സ്കൂൾ വിദ്യാഭ്യാസമാണ് നവോത്ഥാനത്തിന് കാരണമായത് എന്നാണ് ടീച്ചർ ഉന്നയിച്ചത്. അതാണ് ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വാദം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ CPM-ൻ്റെ സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഒരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവനയെ കേരള സമൂഹം വളരെ മോശമായിട്ടാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിന് അറിയില്ല എന്താ പറഞ്ഞതെന്ന്, നാട്ടുകാർക്കും മനസ്സിലാവുന്നില്ല എന്താ പറഞ്ഞതെന്ന് ഉള്ള ഒരു രീതിയിലാണ് കേരള സമൂഹം അതിനെ സ്വീകരിച്ചത്. പക്ഷെ ഞാൻ ആ വാചകത്തെ വളരെ പോസിറ്റീവായിട്ട് സ്വീകരിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: ഒരു ആശയം സമൂഹത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ബോധത്തെ ഗ്രസിക്കുമ്പോൾ ആ ആശയം ഒരു ഭൗതിക ശക്തിയായിട്ട് മാറുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ വാചകം. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ആശയം സമൂഹത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ബോധത്തെ ഗ്രസിച്ചു കഴിയുമ്പോൾ അത് തന്നെ സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഒരു ഭൗതിക ശക്തിയായിട്ട് മാറുന്നു എന്നാണ് പ്രസ്താവന. ഇത് മാർക്സിൻ്റെ കളക്റ്റഡ് വർക്ക്സിൽ 5ാമത്തെ വോള്യത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഹെഗലിൻ്റെ ഫിലോസഫി ഓഫ് റൈറ്റിൻ്റെ ഇൻട്രഡക്ടറി പാർട്ടിലുള്ളതാണ്. ഹെഗൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എ റൈറ്റ് ഈസ് എ റൈറ്റ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ. സമൂഹത്തിലെ ഭൂരിഭാഗം അംഗങ്ങൾ അംഗീകരിക്കുന്ന ഒരു റൈറ്റ് മാത്രമേ എന്തായി തീരുള്ളൂ, റൈറ്റായിട്ട് തീരുള്ളൂ. ആ ഹെഗേലിയൻ ഐഡിയലിസമാണ് പാർട്ടി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അടുത്ത ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്ന നരേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഒരു ഐഡിയലിസ്റ്റ് ചിന്തയിലാണ് പറയുന്നത് സ്കൂളുകളാണ് സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ കാരണമെന്ന്. അതിന് വേറൊരു ഘടകം കൂടി ഉണ്ട്, അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ്. അപ്പോൾ സ്കൂളിൻ്റെ പ്രാധാന്യത്തെ ഞാൻ ചുരുക്കി കാണുന്നില്ല കേട്ടോ, അതൊരു സ്റ്റെപ്പാണ്. പക്ഷെ അതിനപ്പുറത്ത് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. മൂന്നാമത്തെ ഒരു നരേറ്റീവ് എന്താണെന്ന് വെച്ചാൽ, വെസ്റ്റേൺ റിനൈസാൻസ് എന്ന് പറയുന്നത് ഒരു കാര്യം നടന്നിട്ടുണ്ട്. ആ അതിനെക്കുറിച്ച് പറയാതെ തന്നെ കേരള റിനൈസാൻസിനെ കുറിച്ച് നമുക്ക് നിർവചിക്കാൻ കഴിയും എന്നുള്ളതാണ് കേരളത്തിലെ നവോത്ഥാനവാദികൾ കഴിഞ്ഞ 10 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് യൂറോപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ലാണ്. അപ്പോൾ റിനൈസാൻസ് യൂറോപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ ആ ലോകമെങ്ങും നടക്കുന്ന സാമൂഹിക പുരോഗതിയുടെ പ്രക്രിയനെ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ നിർവചനത്തിന് തന്നെ എന്ത് ചെയ്യാണ്,
അത് പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എന്തെന്ന് നിർവചനമില്ലാതെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്കത് എന്നെ കാണിച്ചു തരാൻ എങ്ങനെ പറ്റുക? നിങ്ങളുടെ കയ്യിൽ മാപ്പ് വേണം, അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരാൻ പറ്റും. അങ്ങനെയുള്ളൊരു ലൊക്കേഷൻ മാപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ റെനൈസാൻസിനെ നിർവചിക്കാൻ. അപ്പോൾ ഇവിടെയുള്ള എവിടെ നിന്നാണ് ഈ റെനൈസാൻസ് ആരംഭിക്കുന്നതിൻ്റെ റൂട്ട് കുറച്ചും കൂടി പിറകിലാണെന്ന് നമുക്ക് മനസ്സിലാവും. പ്രിയമുള്ളവരെ, ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ജനത, ഒരു രാജ്യം ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു എപ്പിക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ രാജ്യം ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുണ്ട്? ഒരു എപ്പിക് ഉണ്ട്. രാമായണമുണ്ട്, മഹാഭാരതമുണ്ട്. ഇനി വെസ്റ്റേൺ സൊസൈറ്റി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു എപ്പിക് ഉണ്ട്. എന്താണ് ആ എപ്പിക്? ഒഡീസിയസ് ഉണ്ട്, ഏനീഡ് ഉണ്ട്, ഇലിയഡ് ഉണ്ട്. ഇനി ജൂതന്മാർക്ക് ഒരു എപ്പിക് ഉണ്ട്, അറബികൾക്ക് എപ്പിക് ഉണ്ട്, ബാബിലോണിയക്ക് എപ്പിക് ഉണ്ട്. ആ എപ്പിക് എന്ന് പറഞ്ഞാൽ ഈ സാഹിത്യത്തിൻ്റെ ഭാഷയിൽ ഒരു ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് എപ്പിക്സ് എന്ന് പറയുന്നത്. ഒരു ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് എന്ത്? എപ്പിക്സ്. പക്ഷേ ആ എപ്പിക്സ് റിയലൈസ് ചെയ്ത് വരണമെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ട്സ് ആയിട്ട് മാറണം. എന്തായിട്ട് മാറണം? സ്റ്റാറ്റ്യൂട്ട്സ് നടപ്പിലാക്കുന്ന ഏജൻസിയാണ് ആര്? സ്റ്റേറ്റ്. സ്റ്റാറ്റ്യൂട്ട്സ് നടപ്പിലാക്കുന്ന ഏജൻസിയാണ് ആര്? സ്റ്റേറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം. രാമായണം പ്രപ്പോസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏകഭാരിത്വം. ഒഡീസിയസ് പ്രപ്പോസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏകഭാരിത്വം. ഓൾഡ് ടെസ്റ്റ്മെൻ്റ് പ്രപ്പോസ് ചെയ്യുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആദാമിന് ഹവ്വയുടെയും നരേറ്റീവിലൂടെ ഏകഭാരിത്വം. ഇന്ത്യയിലെ ഏകഭാരിത്വം ഒരു നിയമമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏകഭാരിത്വം ഒരു നിയമമാണോ? ഒന്ന് നിയമല്ല. അപ്പം അതിനെയാണ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ആ സ്റ്റാറ്റ്യൂട്ട് നടപ്പിലാക്കുന്നതാണ് സ്റ്റേറ്റ്. അതിലേക്കുള്ള വഴിയാണ് എന്ത്? എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത് മനുഷ്യനാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ കേരളത്തിൽ ഇപ്പോഴുള്ള നവോത്ഥാനത്തിൻ്റെയും പൊളിറ്റിക്സിൻ്റെയും നരേഷനിൽ സെക്കുലർ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്, മാനിനെ കുറിച്ച് പറയുന്നത് കേട്ടില്ല, മനുഷ്യൻ. അപ്പം എന്താണ് നവോത്ഥാനത്തിൽ നിന്ന് മാനവികത പോയത്? ആരും ഇപ്പം മനുഷ്യനെ കുറിച്ച് പറയണില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട? മനുഷ്യനില്ല, ആര് മാത്രമുള്ളൂ? വി ആർ സ്പീക്കിംഗ് അബൌട്ട് എ സെക്കുലർ സ്റ്റേറ്റ്. മാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ബീയിങ് എന്നാണ് കേട്ടോ, അല്ലാതെ മാൻ വുമൺ കാറ്റഗറൈസേഷൻ അല്ല. മനുഷ്യൻ. ആ മനുഷ്യൻ രണ്ടാണ്, സ്ത്രീയുണ്ട് പുരുഷനുണ്ട്. ആ കാറ്റഗറി നഷ്ടപ്പെട്ടു. യൂറോപ്പിൽ നടന്ന നവോത്ഥാനത്തിൻ്റെ ഏറ്റവും അടിത്തറയിൽ കിടക്കുന്നത് തന്നെ ആ നവോത്ഥാന പ്രക്രിയേനെ ചരിത്രം അടയാളപ്പെടുത്തുമ്പോൾ ഫ്രാൻസിസ്കോ പെട്രാർക്ക് എന്ന് പറയുന്ന ഒരാളിലാണ് ഇതാദ്യമായിട്ട് ഇത് അടയാളപ്പെടുത്തി വരുന്നത്. ഫ്രാൻസിസ്കോ പെട്രാർക്ക്. അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം സങ്കടം വരുമ്പോൾ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് സെൻ്റ് അഗസ്റ്റിൻ്റെ എന്ത് വായിക്കും? കൺഫെഷൻസ്. ആ കൺഫെഷൻസ് വായിക്കുമ്പോൾ അതിലൊരു വാചകം അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. എന്താണത്? സെൻ്റ് അഗസ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ്, സിസറോയെ വായിച്ചപ്പോഴാണ് ഞാൻ ക്രിസ്ത്യാനിയാകാൻ തീരുമാനിച്ചതെന്ന്. സിസറോ ജീവിച്ചിരുന്നത് BCE, അതായത് ബിഫോർ കോമൺ ഇറ, നമ്മുടെ BC-യിൽ 70 ആ കാലഘട്ടത്തിലാണ്. അപ്പം എങ്ങനെയാണ് സിസറോയെ വായിക്കുമ്പോൾ അഗസ്റ്റിൻ ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്? അല്ലേ? വളരെ നിർണായകമായ ചോദ്യമാണ്. അങ്ങനെയാണ് അവർ സിസറോൻ്റെ നാച്ചുറൽ റൈറ്റ്, നാച്ചുറൽ ഡ്യൂട്ടീസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് തിരിച്ചു പോകാനായിട്ട്, മനുഷ്യനിലേക്ക് തിരിച്ചു പോകാനായിട്ട് അവർ പരിശ്രമിക്കണം. അപ്പോൾ ഈ പരിശ്രമത്തിന് സമാനമായിട്ട് ഉണ്ടായൊരു പ്രക്രിയയാണ് എന്ത്? അടുത്തത് അടയാളപ്പെടുത്തുന്ന ചരിത്രത്തിലെ പേരാണ് ആരുടെ പേര്? ദാന്തെ അലിഗിരി.
ദാന്തെ അലിഗിരി ചെയ്ത പണി എന്താണ്? ഡിവൈൻ കോമഡി എഴുതിയെന്നാണ് നമുക്കറിയാവുന്ന ഏക കാര്യം. പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ സംസ്കൃതമായിരുന്നു നോളേജിൻ്റെ ഡെപ്പോസിറ്റായിരുന്ന ഭാഷ. അറബിയിലെ അത് അറബിക്കാണ്. അറേബ്യൻ രാജ്യങ്ങളിൽ, യൂറോപ്പിലോ, ഫ്രാൻസ് ആയാലും ഇറ്റലി ആയാലും ജർമ്മനി ആയാലും ബ്രിട്ടൻ ആയാലും പോർച്ചുഗലായാലും സ്പെയിൻ ആയാലും എല്ലായിടത്തെ ഔദ്യോഗിക ഭാഷ ലാറ്റിനാണ്. അപ്പോൾ അവരുടെ ഫോൾക്ക് ലാംഗ്വേജോ? ഒരു വളരെ നിർണായകമായ ചോദ്യമാണ്. അവരുടെ ഫോൾക്ക് ലാംഗ്വേജോ? അതറിയാവുന്നവർക്ക് നോളേജിൻ്റെ ഇതിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധ്യമല്ല. ഇവിടെയാണ് ദാന്തെ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഈ ഫോൾക്ക് ലാംഗ്വേജിനെ ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് ഫ്യൂസ് ചെയ്യാണ്. അപ്പോൾ സാധാരണക്കാരിൽ ഒഫീഷ്യൽ ലാംഗ്വേജിലേക്ക് അതായത് ആ ഇറ്റാലിയൻ ലാംഗ്വേജിന് തന്നെ സ്റ്റാൻഡേർഡൈസ് ചെയ്തെടുത്തു. അപ്പോൾ ഈ സ്റ്റാൻഡേർഡൈസേഷൻ പ്രക്രിയ ദാന്തെ ചെയ്യാനായിട്ട് ആരംഭിച്ചപ്പോൾ ഇത് പാരലായിട്ട് പോർച്ചുഗലിലും സ്പെയിനിലും ബ്രിട്ടനിലും ജർമ്മനിയിലും ഒക്കെ ഇതിൻ്റെ ശ്രമം തുടങ്ങുകയാണ്. എന്ത്? അതാത് പ്രാദേശിക ഭാഷകളെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് ലാറ്റിൻ ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെടുത്തി അവിടുത്തെ നോളേജ് ഇവിടേക്ക് ഇൻഫ്യൂസ് ചെയ്യണം. അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡൈസേഷൻ നടക്കണം, രണ്ട് ഡിക്ഷണറി വേണം. ഇപ്പോൾ ടീച്ചർ പല ആളുകളെ കുറിച്ച് പറഞ്ഞു. അവർക്ക് എങ്ങനെയാണ് വിദേശത്ത് പോയിട്ട് പഠിക്കാൻ പറ്റിയത്? ആ പഠിക്കാൻ പറ്റിയതൊക്കെ എന്താണ്? ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട്, ഒരു ഡിക്ഷണറി ഉള്ളത് കൊണ്ടാണ്. ഞാൻ 3ാം ക്ലാസ്സിന് ശേഷം ഒരു അധ്യാപകനെയും അനുസരിക്കാത്ത ആളാണ്. പിന്നെ എങ്ങനെ ഞാൻ പഠിച്ചു? എനിക്ക് ആകെ അറിയാവുന്നത് എഴുതാനും വായിക്കാനാ. ഒരിക്കലും ഞാൻ ഒരു അധ്യാപകനെ അനുസരിക്കൂല, അംഗീകരിക്കൂലേ. മനസ്സിലായി? ഞാൻ എന്നെ അനുസരിക്കണമെന്ന് ആരോട് അവകാശപ്പെടാറില്ല. പിന്നെ എവിടെ നിന്ന് എനിക്ക് നോളേജ്? ആ ഭാഷ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് എൻട്രി കിട്ടുകയാണ്. ഏതിലേക്ക്? ബുക്കിലേക്ക്. എല്ലാ ഒറിജിനൽ ബുക്കും വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രക്രിയ കേരളത്തിൽ തുടങ്ങുന്നിടത്താണ് നവോത്ഥാനം ആരംഭിക്കുന്നതെന്ന് റീഡിഫൈൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. നമുക്ക് ഞാൻ പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഈ ഒരു റീഡെഫിനിഷൻ ഉണ്ടെങ്കിൽ ഇവർ പറയുന്നത് ഒക്കെ നുണയാണെന്ന് മനസ്സിലാവുള്ളൂ. അത് ആരംഭിച്ചതാണ് ആരുടെ പണി? ഈ അർണോസ് പാതിരി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വേറെ ഒന്നും ചെയ്തില്ല. ഫോൾക്ക് ലിറ്ററേച്ചറും അവിടെയാണ് എഴുത്തച്ഛനും അർണോസ് പാതിരിയും തമ്മിലുള്ള വ്യത്യാസം. എഴുത്തച്ഛൻ രാമായണം എഴുതി വരുന്ന ആ രാമായണം എൻ്റെ കയ്യിലുണ്ട്. അതിലെ മണിപ്രവാളം ഭാഷ എന്ന് പറയാനുള്ള കാരണം ഈ ലിപിയല്ല ഉപയോഗിക്കുന്നത്, വേറെ ഗ്രന്ഥവരി എന്ന ലിപിയാണ് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. അത് സാധാരണക്കാരന് അപ്രോച്ചബിൾ അല്ല. അപ്പം മലയാളം ഫോൾക്ക് ലിറ്ററേച്ചറും ഫോൾക്കിൻ്റെ എന്താണ് അതും വരേണ്യ ഭാഷയായ സംസ്കൃതവും തമ്മിലുള്ള ഈ ബാന്ധവം നടത്തി അതിനെ ഒരു എന്താണ് ഗ്രാമാറ്റിക്കൽ ടെക്സ്റ്റും ഡിക്ഷണറിയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് മനുഷ്യനെ നോളേജിലേക്കുള്ള എൻട്രി ഗുരുവിൻ്റെ പരിമിതികളിൽ നിന്ന് അവനെ മോചിപ്പിച്ചെടുത്തു എന്നതാണ് ഈ ടെക്സ്റ്റുകൾ ചെയ്ത പ്രക്രിയ. ആ മിഷണറിമാരെ കുറിച്ച് അച്ഛൻ സംസാരിക്കും, അവരെന്താ ചെയ്തിട്ടുള്ളതെന്ന്. അതിലൊരു കാര്യം ഞാൻ സ്പെസിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് തമിഴ് ഭാഷയുടെ തമിഴിലെ ദാന്തെ എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്, കോൺസ്റ്റന്റിനോ. ഞാൻ പേര് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പറയുന്നില്ല. തമിഴിലെ ദാന്തെ. ഇനി ഹിന്ദി ഭാഷ 1800 ഏകീകരിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മൾ കേൾക്കുന്ന ഹിന്ദി ഭാഷയുടെ പേര് ശരിക്കും ഹിന്ദുസ്ഥാനി എന്നാണ്. അത് ഞാൻ 85 പോയപ്പോഴാണ് മനസ്സിലായത്. ഹിന്ദുസ്ഥാനി എന്നാണ് ആ ഭാഷ. പ്രിയമുള്ളവരെ, ആ ലാംഗ്വേജ് ഇത് ചെയ്തെടുത്തത് ഗിൽക്രൈസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്ത്, ഡിക്ഷണറി ഡെവലപ്പ് ചെയ്ത്, പുസ്തകങ്ങളെ ഡെവലപ്പ് ചെയ്ത് ആ റീഡിങ്ങിൻ്റെ ഒരു ഇതിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പാണ്. ഈ ഡോക്ടർ പൽപ്പ് എവിടെ നിന്നാണ് ട്രെയിൻ ചെയ്ത് കിട്ടുന്നത്? അപ്പം നിങ്ങൾ ഈ പറയുന്ന 1800 അവസാന ശതകങ്ങളിൽ മലയാളി മെമ്മോറിയൽ നടക്കുകയാണ്. മലയാളി മെമ്മോറിയൽ നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ 1830 ജനങ്ങൾ ഇത് പഠിച്ച് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ചെയ്തു വയ്ക്കുന്ന നരേഷനിൽ റിനൈസാൻസിനെ കുറിച്ചുള്ള ഏറ്റവും അപകടകരമായ പ്രക്രിയ എന്ന് പറയുന്നത് ഭാഷയുടെ ഏകീകരണം. അത് ചർച്ചിന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്താണ് ചർച്ചിന് അറിയാവുന്ന കാര്യം? ബാബേൽ ഗോപുരം എങ്ങനെയാണ് അത് യൂണിഫൈഡ് അല്ലാണ്ട് പോയതിൻ്റെ കാരണം എന്താണ്? ഭാഷയാണ്.
അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിനെ ഏകീകരിക്കാനുള്ള സാധനം എന്താണ്? ആക്സിൽ പറയുന്നുണ്ട് ലാംഗ്വേജ് ആണ് യൂണിഫൈ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പ്രിയമുള്ളവരെ, ലാംഗ്വേജിൻ്റെ യൂണിഫിക്കേഷൻ പ്രോസസ്സും ഡിക്ഷണറിയും ആ ലിങ്കും ടെക്സ്റ്റും ഉണ്ടാക്കിയെടുത്ത 1700-കളിൽ ടീച്ചറെ ഒരു ചെറിയ അഡീഷൻ എനിക്ക് തരണമെന്നുണ്ട്. നഴ്സിംഗ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് 1900 ആദ്യകാലത്തിൽ കൊല്ലം ബിഷപ്പ് ബെൻസിഗർ സ്വിറ്റ്സർലൻഡിൽ നിന്ന് 2 മദാമകളെ കൊണ്ടുവന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോഴ്സ് ആരംഭിച്ചതാണ്. നഴ്സിംഗ് ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മെക്കാനിസം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ഇതിനെ ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ പുരോഗമനവാദികളുടെ ഒരു പ്രസംഗം കേൾക്കുകയാണ്. നായരെ ഏകഭാര്യത്വം പഠിപ്പിച്ചത് രാമായണമാണ്. നായരെ ഏകഭാര്യത്വം പഠിപ്പിച്ചത് ആരാണ്? രാമായണത്തിലുള്ളത് സ്വപ്നങ്ങളാണ്, കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത് റിയാലിറ്റിയാണ്. എങ്ങനെയാണ് സ്വപ്നങ്ങൾ റിയാലിറ്റി ആയിട്ട് മാറുന്നത്? സ്വപ്നങ്ങൾ റിയാലിറ്റി ആയിട്ട് മാറുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിറകിൽ സ്റ്റേറ്റ് ഉണ്ട്, അധികാരമുണ്ട്. അപ്പോൾ ആശയത്തെ പ്രയോഗവൽക്കരിക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റുകയും അതിനെ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യാനായിട്ട് പിറകിൽ എന്തുണ്ടായിരിക്കണം? ഒരു ഭരണകൂടം ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പ്രായോഗികമായിട്ട് വരിക. ഇന്ന് അപ്പോൾ ഞാൻ ഈ രാമായണത്തിലെ സ്വപ്നങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇന്ത്യയിൽ ഇപ്പം നിങ്ങൾ കാണുന്നു, ഞാൻ ഇടതുപക്ഷത്തെ വിമർശിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രധാന കാരണം തന്നെ ഈ റിനൈസാൻസിന് നിർവചനമില്ല. ഇത് 1800-കളുടെ അവസാനത്തിൽ സംഭവിച്ച പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഈ ചാവറയച്ചൻ അപ്രത്യക്ഷമായിട്ട് എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു എപ്പോഴും വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞ ഐഡിയ വരച്ചില്ല. അങ്ങനെയുള്ളൊരു വാഴ്ത്തിപ്പാടൽ വരുന്നതിൻ്റെ കാരണം ഇതിൻ്റെ റിയൽ റൂട്ട് വരുന്നില്ല. ഇനി മാർക്സിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്നില്ല? അതിന് പ്രത്യേക കാരണമുണ്ട്. ഇവരും മനുഷ്യരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആരായിട്ട്? മുതലാളി, തൊഴിലാളി. അത് തന്നെയാണ് ഈ സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഹിന്ദുത്വയിൽ വിശ്വസിക്കുന്നവർ, അല്ലാത്തവർ. ഒരു പരിധി പറഞ്ഞാൽ യഹൂദന്മാർക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ്? യഹൂദന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ബാക്കിയുള്ളവരെല്ലാം അധകൃതർ. അവർ അൺടച്ചബിളായിരുന്നവർ ബാക്കി സമൂഹത്തിലുള്ളവർ. അത് അപ്പസ്തോല നടപടികൾ വായിച്ചത് നിങ്ങൾക്കറിയാം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, സഹോദരരെ, നമുക്ക് മറ്റു സമൂഹത്തിലുള്ളവർ യഹൂദന്മാരല്ലാത്തവരുമായി കൂട്ടുകൂടുന്നതോ സംസർഗം നടത്തുന്നതോ തെറ്റാണെന്ന്, അയിത്തമാണെന്ന് നമുക്കറിയാമല്ലോ. അതിനി മുതലില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ അമ്പലത്തിലേക്കുള്ള പ്രവേശനം? ഒറിജിനലി അത് ഈ ക്ഷേത്രപ്രവേശനം എന്ന് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ വേറെ ചിന്തിക്കേണ്ട. ക്ഷേത്രപ്രവേശനം എന്ന് പറഞ്ഞാൽ അതിനെതിരെ നിൽക്കുന്ന കോൺക്രീറ്റ് എവിഡൻസ് പള്ളിപ്രവേശനമാണ്. എൻ്റെ മകൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, അവൾ 10 വയസ്സുള്ളപ്പോൾ. അപ്പം അമ്പലവും പള്ളിയും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു തരാൻ പറ്റുമെന്ന് ഞാൻ അവൾക്ക് ഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. അമ്പലത്തിലെ പൂജാരിക്കും പൂജാരിയോട് ബന്ധപ്പെട്ടവർക്കും മാത്രം കയറാനേ, പള്ളിയിലെ ഏത് ചെമ്മാനും ചെരുപ്പ് കുത്തിക്കും കയറാം. അപ്പോൾ പള്ളി, അതുകൊണ്ടാണ് അമ്പലത്തിൻ്റെ എക്സ്റ്റൻഷനാണ് അവർ പറയുന്ന ഭാരതരാജ്യം. ഭാരതത്തിൽ ആര് മാത്രം മതി? ഹിന്ദുക്കൾ മാത്രം മതി. അമ്പലമാണ് രാജ്യം. ഇന്ത്യ എന്ന് പറയുന്നത് അമ്പലമാണ്. അവിടെ ഹിന്ദുക്കൾ മാത്രം മതി. വേറെ ചേട്ടർ പറഞ്ഞ തൊഴിലാളികൾ മാത്രം മതി. ക്ലിയറായത് അല്ലെങ്കിൽ ഹറാം ആയിട്ടുള്ളവർ വേണ്ട. ആ ഡിവിഷൻ ഇല്ലാത്തവർക്ക് മാത്രമേ മാനവികതയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതാണ് ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാനപരമായ സന്ദേശം. അപ്പം ഞാൻ ഇന്നലെ ഇതിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതികരണം അയച്ചു. ഒരു ഇന്ത്യക്കാരന് വേണമെങ്കിൽ അമേരിക്കയിലും ബ്രിട്ടനിലും എല്ലാം പ്രധാനമന്ത്രിയാവാൻ കുഴപ്പമില്ല. പക്ഷേ ഒരു ബ്രിട്ടീഷുകാരനോ അമേരിക്കക്കാരനോ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ? ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അമ്പലം ആൻഡ് പള്ളി. ക്ലിയറായി? നിങ്ങൾക്ക് ഐഡിയ കിട്ടിയില്ലേ? പ്രിയമുള്ളവരെ, പള്ളി എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണത് തന്നെ എന്താണ്? ദാറ്റ് എക്സിസ്റ്റൻസ് ഇറ്റ് സെൽഫ് ക്വസ്റ്റ്യൻ വാട്ട്? അൺടച്ചബിലിറ്റി. അപ്പോൾ ചിലർ പറയും, എന്തെന്ന്, ക്രിസ്ത്യാനികളുടെ ഇടയിലും അൺടച്ചബിൾ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ അമ്മയുടെ ആങ്ങളെയൊന്നും
പുലയന്മാരുടെ വീട്ടിൽ പോയാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കില്ലേ? നമ്പൂതിരി വെച്ചതാണെങ്കിൽ കഴിക്കും, ഈഴവന്മാർ വെച്ചതാണെങ്കിൽ ഉണ്ടായിരുന്നു. അത് സൊസൈറ്റിക്ക് അവിടെ വിദ്യാഭ്യാസത്തിന് പ്രസക്തിയുണ്ട്. എന്താണ്, ഒരു സ്റ്റാറ്റ്യൂട്ട് നടപ്പിലാവണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ എന്ത് ചെയ്യപ്പെടണം? ജനങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ ബോധത്തെ ഇത് ഗ്രസിക്കണം. അതാണ് വിദ്യാഭ്യാസത്തിന് അവിടെയുള്ള റോള്. അപ്പോൾ അതിൻ്റെ പിറകിൽ ഇങ്ങനെയുണ്ട്, മുന്നിൽ അങ്ങനെയുണ്ട്. ഇത് രണ്ടും ഞാൻ കാണിച്ചു തരാണ്. ഇതിനെ ഇന്നത്തെ നരേഷൻസിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് മോഡേൺ എന്ന് പറഞ്ഞാൽ സത്യമൊന്നുമില്ല, പ്രബലമായിട്ടുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ മാത്രമാണ് സത്യം. അപ്പോൾ അങ്ങനെയാണ് മോദി ഇപ്പോൾ വിജയിച്ചു വരുന്നത്. PR വർക്ക് നടത്തി മിടുക്കനാവുന്നത് ആരാണോ അവനാണ് സത്യം, അല്ലാത്തവരൊക്കെ എന്താണ്, നുണയാണ്. ഞാൻ എൻ്റെ സമയപരിധി കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി എന്താണ്, യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ വേരുകളിൽ നിന്ന് ഒരു നിർവചനം ഉണ്ടാക്കിയിട്ട് വേണം ഇവിടെ നവോത്ഥാനത്തെ കാണാൻ. അപ്പോഴാണ് പ്രോഗ്രസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുക. എന്നെ വിളിച്ചതിനും കേട്ടതിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നവോത്ഥാന മേഖലയിലെ ഇടതുപക്ഷ വാദങ്ങളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്ത ഫ്രാൻസിസ് സാറിന് ഹൃദ്യമായ നന്ദി. മൂന്നാമത്തെ പ്രബന്ധം അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ബിനോയ് ജേക്കബ് പിച്ചലക്കാട്ടച്ചനാണ്. അച്ഛൻ അവതരിപ്പിക്കുന്ന വിഷയം മിഷനറി കോൺട്രിബ്യൂഷൻ ഓഫ് കേരള റിനൈസൻസ്. കേരള നവോത്ഥാനത്തിൽ മിഷണറിമാരുടെ പങ്കിനെക്കുറിച്ചാണ് അച്ഛൻ സംസാരിക്കുന്നത്. അച്ഛനെ ഞാൻ ചെറുതായി പരിചയപ്പെടുത്തുന്നു. റെവറൻഡ് ഡോക്ടർ ബിനോയ് ജേക്കബ് ഈസ് എ ജസ്യൂട്ട് പ്രീസ്റ്റ് ഓഫ് കേരള പ്രോവിൻസ്. He holds double doctorate, PhD in mathematical science from Pune, India, PhD in systematic theology from California, USA. He is a member of Clavius Group of Mathematicians, USA, managing editor of Pax Lumina and Eruth. He has published many number of books. സ്നേഹം നിറഞ്ഞ ജേക്കബ് അച്ഛ, ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട മ്യൂസ് ടീച്ചർ, സ്നേഹമുള്ള ഫ്രാൻസിസ് സാർ, പ്രിയ വൈദികരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, മോഡറേറ്റർ അച്ഛൻ നവോത്ഥാനത്തിൻ്റെ നിർവചനങ്ങളെ ക്രോഡീകരിക്കാൻ ശ്രമിക്കുന്നത് ആമുഖത്തിൽ ഞാൻ കേട്ടു. ഇന്നും ഇന്നലെയും ഉണ്ടായിരുന്ന ഡെലിബറേഷൻസിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം അതിന് തുനിഞ്ഞത്. ഒരുപക്ഷെ ഉച്ച കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് ഉറക്കം വരുന്ന നേരത്ത് നവോത്ഥാനത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല ഡെഫിനിഷൻ അവേക്കനിങ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ നവോത്ഥാന ചിന്തകൾ പലപ്പോഴും വ്യക്തികളെ കേന്ദ്രീകരിച്ചാകാറുണ്ട്. ഈ സിമ്പോസിയത്തിൻ്റെ ബ്രോഷറിൽ തന്നെ ധാരാളം വ്യക്തികളെ, ബാക്ക്ഡ്രോപ്പിൽ അനേകം വ്യക്തികളെ ഞാൻ കാണുകയുണ്ടായി. അവർ മഹാരഥന്മാരാണെന്നുള്ളതിൽ സംശയവുമില്ല. എന്നാൽ വ്യക്തിതലത്തിൽ നവോത്ഥാനത്തോട് നടത്തുന്ന അന്വേഷണം അല്ലെങ്കിൽ സമീപനം പലപ്പോഴും അണികളും ആരവങ്ങളും ഒന്നുമില്ലാതെ ചരിത്രത്തിൽ വിസ്മൃതിയിലാണ്ടുപോയ നവോത്ഥാന ശ്രമങ്ങളെ, വ്യക്തികളെ, സംരംഭങ്ങളെ അവഗണിക്കുന്നതിനിടയാക്കും എന്നുള്ള ഒരു സന്ദേഹമാണ് ഏറ്റവും ആദ്യം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ എനിക്ക് നൽകിയിരിക്കുന്ന വിഷയം ദ മിഷണറി കൺട്രിബ്യൂഷൻ ടു റിനൈസൻസ് എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഒരു സാമാന്യബോധമുള്ള ഒരു കേരളീയനോട് ചോദിച്ചാൽ അവൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയാൻ പറ്റും, പല മണ്ഡലങ്ങളിൽ മിഷണറിമാർ നൽകിയിരിക്കുന്ന സംഭാവനകളെ കൃത്യം പറയും. അത് വിദ്യാഭ്യാസത്തിലാകട്ടെ, കൃഷിയിലാകട്ടെ, ആരോഗ്യത്തിലാകട്ടെ, സാമൂഹ്യ പരിഷ്കരണ മണ്ഡലങ്ങളിലാകട്ടെ, കലയിലാകട്ടെ, നവോത്ഥാന മേഖലകളിലുണ്ടായിട്ടുള്ള ഉന്നമനങ്ങളെക്കുറിച്ച് അവർ അടിവരയിട്ട് പറയും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു എണ്ണിപ്പറയലിന് ഞാൻ മുതിരുന്നില്ല. കാരണം ഇന്നിപ്പോൾ ഗൂഗിളുണ്ട്, ചാറ്റ് GPT ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലേറ്റസ്റ്റ് മുഖമാണ്. ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ കൃത്യമായ രേഖകൾ അടയാളപ്പെടുത്തി നമ്മുടെ കയ്യിൽ കിട്ടും. ഒരുപക്ഷെ ഞാൻ ഊന്നൽ നൽകുന്നത് ഇന്ന് നവോത്ഥാന പ്രക്രിയയിൽ മിഷണറിമാർ എവിടെ നിലകൊണ്ടു എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഒരു അന്വേഷണമാണ്. മിഷണറി കൺട്രിബ്യൂഷൻ ടു റിനൈസൻസ് എന്ന് പറയുമ്പോൾ ആരാണൊരു മിഷണറി? വിദേശ മിഷണറിയാണോ, തദ്ദേശ മിഷണറിയാണോ? തദ്ദേശീയരായിട്ടുള്ളവർ പറയുമ്പോൾ ചാവറയച്ചനൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. പക്ഷെ നമ്മുടെ ഡെലിബറേഷൻസിൽ നമ്മൾ പരിഗണനയ്ക്ക് ഇന്ന് വിധേയമാക്കുന്നത്, അല്ല എൻ്റെ ഫോക്കസ്, വിദേശ മിഷണറികൾ, അവരുടെ സംഭാവനകൾ. പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് ഇപ്പോൾ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാരുടെ കടന്നുവരവ്,
അതുപോലെ ഡയംബർസിനോട് പരാമർശിക്കാതെ നമുക്ക് തരവില്ല. പല പാതിരിമാരുടെയും മുഖങ്ങൾ നമ്മുടെ മനസ്സിലെത്തും. ഫ്രാൻസിസ് സാർ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. അർണോസ് പാതിരി, അതുപോലെ പൗലിനസ് പാതിരി, ക്ലമൻ പാതിരി, ഇങ്ങനെയുള്ള ധാരാളം പാതിരിമാരുടെ മുഖങ്ങൾ. പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ്, നാഗർകോവിൽ കേന്ദ്രീകരിച്ചുള്ള LMS, അതല്ലെങ്കിൽ കോട്ടയം കേന്ദ്രീകരിച്ചുള്ള CMS, തലശ്ശേരിയിലുണ്ടായിരുന്ന ബേസൽ മിഷൻ, മ്യൂസ് പരാമർശിച്ച സാൽവേഷൻ ആർമിയിലെ എറങ്കിൾ ടോബിയെ പോലുള്ളവർ, പല മഹാരഥന്മാരെയും എണ്ണമിട്ട് നമുക്ക് പറയാൻ പറ്റും. ബെഞ്ചമിൻ ബെയ്ലി, ഹെർമൻ ഗുണ്ടറ്റ്, ഹെൻറി ബേക്കർ, ചാൾസ് മീഡ് തുടങ്ങിയവരെല്ലാം നാനാ മേഖലകളിൽ അവരുടേതായ ഇടപെടലുകൾ നടത്തി നവോത്ഥാന മണ്ഡലത്തിൽ തങ്ങളുടേതായ വെന്നിക്കൊടി പാറിച്ചവരാണ്. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, എൻ്റെ ഊന്നൽ നവോത്ഥാന പ്രക്രിയയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ എവിടെ നിലകൊണ്ടു എന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചോദിക്കേണ്ട ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ, എന്താണ് നവോത്ഥാനം? പലതരത്തിലുള്ള ഡെഫിനിഷൻസ് കേട്ട് കഴിഞ്ഞു. ഫോർ മീ നവോത്ഥാനം ഒരു ചലനമാണ്. മുൻപ് പരാമർശിച്ചതുപോലെ ഏതെങ്കിലും നൂറ്റാണ്ടുകളിൽ അതിനെ ഒതുക്കാൻ നമുക്ക് പറ്റില്ല. യൂറോപ്യൻ റിനൈസൻസ് എടുത്തോളൂ. അത് 14-ാം നൂറ്റാണ്ടിൽ ഫ്ലോറൻസിൽ ആരംഭിച്ച് 17-ാം നൂറ്റാണ്ടിലൂടെ വിടർന്ന് ഇംഗ്ലണ്ടിലെത്തി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ അതിനു മുന്നേ മിഡിൽ ഏജസിൽ 12ൻ്റെ അവസാനം 13-ാം നൂറ്റാണ്ടുകളിലൊക്കെ ഇത് ആരംഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നവോത്ഥാനം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ഏറിയും കുറഞ്ഞും ഉള്ളതാണ് എന്നുള്ള ഒരു വിശാലമായ ക്യാൻവാസിൽ ഇതിനെ നമ്മൾ പ്രതിഷ്ഠിക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സമീപനമാണ് നമ്മളിന്ന് സ്വീകരിക്കുന്നത്. കേരളത്തിലെ നവോത്ഥാന നായകർ പിന്നാമ്പുറങ്ങളിലുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവപ്രതിഷ്ഠ, അയ്യങ്കാളിയുടെ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ചട്ടമ്പിസ്വാമികളുടെയും ചാവറയച്ചിൻ്റെയൊക്കെ സാമൂഹിക പരിഷ്കരണ ദർശനങ്ങൾ, നിത്യചൈതന്യ യതിയുടെ ഫിലോസോഫിക്കൽ വിഷൻ, ഇതെല്ലാം നമ്മുടെ കോണ്ടെക്സ്റ്റുമായിട്ട് കൺസേൺസ് അതിൽ നിന്നും ഊർജം സ്വീകരിച്ച് പ്രതികരിച്ചവരാണ്. അല്ലെങ്കിൽ ഈ അവരവരുടേതായ കാലഘട്ടത്തോടും സാഹചര്യത്തോടും സംവദിച്ചവരാണ്. അതിനൊരു ടെറിട്ടറി ഉണ്ട്. നമ്മുടെ ജിയോഗ്രഫിക്കൽ ടെറിട്ടറിയിൽ, ഒന്നുകിൽ കേരളത്തിൻ്റെ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ, അല്ലെങ്കിൽ പറന്ന ഭാരത മണ്ണിൻ്റെ ഒരു ടെറിട്ടറിയിൽ അത് അവസാനിക്കും. എനിക്ക് തോന്നുന്നു മിഷണറിമാരുടെ സംഭാവനകൾ വ്യതിരക്തമാകുന്നത് വിശാലമായ ഒരു യൂണിവേഴ്സൽ വിഷൻ അവർ പ്രദാനം ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഉദാഹരണം പലത് പറയാം. ഒന്നാമതായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ ഇറ്റാലിയൻ മിഷണറിയായിരുന്ന മത്തേയൂസ് പാതിരി 1686 എഴുതിയ ഹോർത്തൂസ് മലബാറിക്കസ്, കേരളാരാമം എന്നാണല്ലോ ആ പുസ്തകത്തിൻ്റെ പേര്. അത് ബോട്ടണിയാണ്, സസ്യശാസ്ത്രമാണ്. ഓർക്കണം, യൂറോപ്പിൽ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത ഒരു പഠനശാഖ കേരളത്തിന് പരിചയമില്ലായിരുന്നു. അവരതിനെ ടാക്സോണമി കൊണ്ട് ഡോക്യുമെൻറ്റേഷൻ നടത്തി 12 വാല്യങ്ങളുള്ള ഒരു പുസ്തകമായിട്ട് 789-69 ചിത്രങ്ങൾ അതിലുണ്ട് എന്നുള്ള സൂചനകൾ പോലും ഉണ്ട്. ഹോർത്തൂസ് മലബാറിക്കസ് നെതർലൻഡ്സിലാണ് അത് പബ്ലിഷ് ചെയ്തത്. മലയാള പദങ്ങളും പദാവലികളൊക്കെ അതിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ ഒരു ശാസ്ത്രധാരയെ അല്ലെങ്കിൽ നാട്ടറിവിനെ ആഗോള നവോത്ഥാന ധാരയുമായി കണക്ട് ചെയ്തതാണ് മിഷണറിമാർ നൽകിയ യൂണിവേഴ്സൽ വിഷൻ. ഇത് എടുത്ത് നമ്മൾ പറയേണ്ടതാണ്. പരിചയപ്പെടുത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനൊരു ജെസ്യൂട്ടാണ്. ഞങ്ങളുടെ ട്രെയിനിങ് പലയിടങ്ങളിലുണ്ട്. അതിലൊരു ഭാഗം കൊടൈക്കനാലിലാണ്. അവിടെ ഫ്രഞ്ച് മിഷണറീസാണ്, ഫ്രഞ്ച് ജെസ്യൂട്ട്സാണ് അത് വാസ്തവത്തിൽ സ്ഥാപിച്ചത്. അവരാണ് അവിടെ സേക്രഡ് ഹാർട്ട് കോളേജ് പോയിട്ടുള്ള പലർക്കും അറിയാം. ഫിലോസഫിയും തിയോളജിയൊക്കെ പഠിപ്പിക്കുന്നതോടുമൊപ്പം ബോട്ടണിക്ക് അവരൊരു ഊന്നൽ നൽകിയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ മിഷണറിമാരുടെ ഒരു വലിയ ലെഗസി സസ്യശാസ്ത്രത്തിൽ അവർ സ്ഥാപിച്ചു. ആ പളനി ഹിൽസ് മുഴുവൻ കയറിയിറങ്ങിയ ധാരാളം ജെസ്യൂട്ട് വൈദികരെ എനിക്കറിയാം. പിന്നീട് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട വിദ്യാക്ഷേത്രങ്ങളിൽ ലയോള കോളേജ് ആകട്ടെ, ട്രിച്ചി സെൻറ്റ് ജോസഫ്സ് ആകട്ടെ, പാളയങ്കോട് സെൻറ്റ് സേവിയേഴ്സ് ആകട്ടെ, ഇവിടെയെല്ലാം അറിയപ്പെടുന്ന എൻറ്റമോളജി ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ളത് എന്ന് പറയുന്നത് തുടർകണ്ണിയാണ്. ഈ ഫ്രഞ്ച് മിഷണറിമാർ കൊണ്ടുവന്ന സസ്യശാസ്ത്രത്തിൻ്റെ ബോട്ടണിയുടെ ലെഗസി കാത്തു സൂക്ഷിക്കുന്ന മഹാരഥന്മാരായ മാണിക്യം ഫാദറെ പോലെ, മുൻ വൈസ് ചാൻസലറായിരുന്ന ഫാദർ ഇഞ്ഞാസി മുത്തുവിനെ പോലുള്ളവർ ഇന്നും അത് തുടരുന്നുണ്ട്. അപ്പോൾ ഒരു സയൻറ്റിഫിക് ടെമ്പർ നമ്മുടെ നാട്ടിന് സമ്മാനിച്ചത് ഈ മിഷണറിമാരാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടറിവുകളെ, ശാസ്ത്രധാരകളെ ആഗോള നവോത്ഥാന ശാസ്ത്രധാരകളുമായി കണക്ട് ചെയ്ത് ഒരു ആഗോള തലം, ഒരു യൂണിവേഴ്സൽ ഫേസ് പകർന്നേക്കുവാനായിട്ട് ഈ മിഷണറിമാർക്ക് സാധിച്ചു. അപ്പോൾ ഇത് പറയുമ്പോഴും ഇത് ഒറ്റപ്പെട്ട ശ്രമങ്ങളായിട്ട് നമ്മൾ കാണരുത്.
ആഗോളതലത്തിൽ മിഷണറിമാർ നടത്തിയ ശാസ്ത്ര സംഭാവനകളുടെ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാനായിട്ട്. നമുക്കറിയാം ക്രിസ്റ്റഫർ ക്ലേവിയസിനെ പോലുള്ളവർ മിഷണറിമാരാണ്. അദ്ദേഹമാണ് വാസ്തവത്തിൽ ജൂലിയൻ കാലണ്ടർ ഭേദഗതി ചെയ്ത് ഗ്രെഗോറിയൻ കലണ്ടർ രൂപപ്പെടുത്തിയത്. മഥയോ റിച്ചിയെ പോലുള്ള അസ്ട്രോണമർ ചൈനയുടെ ചക്രവാളങ്ങളിലേക്ക് കടന്നു ചെന്ന് നിർണായകമായ സംഭാവനകൾ നൽകിയവരാണ്. ഇങ്ങനെ ധാരാളം ആളുകളെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. സിസ്മോളജി എന്ന് പറയുന്നത് ജെസ്വിറ്റ് സയൻസാണ്. അപ്പോൾ യൂറോപ്പിൽ ഓൾറെഡി 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ ഡെവലപ്പ് ചെയ്ത ശാസ്ത്രശാഖയെ അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പർ അതിനെയാണ് അവർ ഇവിടേക്ക് സംക്രമിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്, വിദേശ മിഷണറിമാരെ വ്യതിരക്തമാക്കുന്നത് അവർ പകർന്നേകിയ യൂണിവേഴ്സൽ വിഷനാണ്. അവർ ആഗോള ധാരയുമായി നമ്മളെ ബന്ധപ്പെടുത്തി എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഭാഷയും സാഹിത്യത്തെയും കുറിച്ചുള്ള സംഭാവനകൾ. ധാരാളം കാര്യങ്ങൾ നമുക്ക് എണ്ണി പറയാൻ പറ്റും. പക്ഷേ ഞാൻ സൂചിപ്പിച്ച മിഷണറിമാർ നിലകൊണ്ട ആ ഒരു ഇടത്തെ പറഞ്ഞുകൊണ്ട് മാത്രം അതൊന്ന് പരാമർശിക്കാം. യൂറോപ്പിൽ റിനൈസൻസ് പറയുമ്പോൾ ലിറ്ററേച്ചർ റിനൈസൻസ് എന്ന് തന്നെ പറയാറുണ്ട്. അത് ഫ്ലോറൻസിൽ ആരംഭിച്ചതാണ്. ആർട്ടിലും ഫിലോസഫിയിലും ലിറ്ററേച്ചറിലും ഒക്കെ ആയിട്ട് തുടങ്ങിയതാണ് എന്ന് നമുക്കറിയാം. എറാസ്മസും ഷേക്സ്പിയറും സ്പെൻസറും ഒക്കെ അവരുടേതായ സംഭാവനകൾ പദ്യത്തിൽ, ഗദ്യത്തിൽ, പ്ലേസിലൊക്കെ നൽകുകയുണ്ടായി. അർണോസ് പാതിരിയെക്കുറിച്ച് സാറിവിടെ പറഞ്ഞെങ്കിൽ അതിൻ്റെ ആ ചങ്ങലയുടെ ഒരു തുടർച്ചയാണ്. അർണോസ് പാതിരി തൻ്റെ പദ്യത്തിലും ഗദ്യത്തിലും നിർണായകമായ സംഭാവനകൾ നൽകി എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ നിഘണ്ടുകൾ, സാൻസ്ക്രിറ്റ് പോർച്ചുഗീസ് നിഘണ്ടു, മലയാളം പോർച്ചുഗീസ് നിഘണ്ടു, ഭാഷയ്ക്ക് പുതിയ വിന്യാസങ്ങൾ നൽകി, ഡെവലപ്മെൻറ്റ് നൽകി. മുൻപ് സൂചിപ്പിച്ചതുപോലെ ആഗോള ധാരയിലേക്ക് നമ്മുടെ ഭാഷയെ ഉയർത്തി. സംസ്കൃതത്തെയും മലയാളത്തെയും അദ്ദേഹം ഉയർത്തി. ചതുരന്തം പോലുള്ള കാവ്യങ്ങൾ, പുത്തൻപാന പോലെയുള്ള കാവ്യശേഖരങ്ങൾ, ഇതൊക്കെ എത്രത്തോളം നമ്മുടെ സംസ്കാരത്തിന് അല്ലെങ്കിൽ മതാത്മകതയ്ക്ക്, ആത്മീയതയ്ക്ക് നൽകിയ സംഭാവനകളാണ് എന്നുള്ളത് നമ്മൾ ഊന്നി പറയേണ്ടതുണ്ട്. ആഞ്ചലോ ഫ്രാൻസിസിൻ്റെ മലയാള വ്യാകരണം, ക്ലമൻ പാതിരിയുടെ സംക്ഷേപ വേദാർത്ഥം, അതുപോലെ ബെഞ്ചമിൻ ബെയ്ലിയും ഗുണ്ടർട്ടിൻ്റെയും ഒക്കെ ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ഭാഷയെയും സാഹിത്യത്തെയും ഒരു മുഖ്യധാരയിലേക്ക്, നമ്മൾ മുഖ്യധാര എന്ന് ഇൻവേർട്ടഡ് കോമയിൽ വിളിക്കാം, ആഗോളതലത്തിൽ അതിന് ചില ലിങ്കുകൾ, കണക്റ്റുകൾ നൽകുന്ന ചട്ടുകങ്ങളായി ഈ മിഷണറിമാർ പ്രവർത്തിച്ചു എന്ന് ഒരിക്കൽ കൂടി ഊന്നി പറയുകയാണ്. അച്ചടിയും പത്രമാധ്യമവും നമുക്ക് മറക്കാനായിട്ട് പറ്റില്ല. കാരണം രണ്ട് പത്രങ്ങൾ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. ആദ്യത്തെ രാജ്യസമാചാരം, അത് 1877 അതേ വർഷം തന്നെ ഒരു പശ്ചിമോദയം എന്നുള്ള പത്രവും. ഇതിന് മുന്നോടിയായിട്ട് തന്നെ 1577 തന്നെ പോർച്ചുഗീസുകാർ പ്രസ് കൊച്ചിയിലും വൈപ്പംകോട്ടയിലൊക്കെ ആരംഭിച്ചായിരുന്നു. പിന്നീട് കാലാന്തരത്തിൽ 800കളിലും 700കളിലും പലയിടങ്ങളിലായിട്ട് പ്രസ്സുകൾ സ്ഥാപിക്കപ്പെട്ടു, അച്ചടികൾ നടക്കപ്പെട്ടു. അപ്പോൾ ഈ പത്രങ്ങളിലെ രാജ്യസമാചാരം ഒരു ക്രിസ്ത്യൻ വാല്യൂസിന് ഊന്നൽ നൽകിയപ്പോൾ പശ്ചിമോദയം ആദ്യത്തെ ഒരു സയൻറ്റിഫിക് മാഗസിനായിട്ടാണ് വാസ്തവത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. സാംസ്കാരിക ലോകവുമായി സംവേദനം നടത്തണം. മാപ്പുകളെക്കുറിച്ച്, കലണ്ടറുകളെക്കുറിച്ച്, ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച്, വ്യവസായത്തെക്കുറിച്ചുള്ള സൂചനകളും പഠനങ്ങളും ഈ ഒരു പശ്ചിമോദയം എന്ന് പറയുന്ന പത്രത്തിൽ ബെഞ്ചമിൻ ബെയ്ലിയുടെ മോണിറ്ററിങ്ങിൽ ഇറങ്ങിയതാണ്. തലശ്ശേരി മിഷനിൽ നിന്ന് അതുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവർ ആ മേഖലയിൽ പകർന്നേകിയ ഒരു ലെഗസി നമ്മൾ ഈ ഒരു നമ്മുടെ സന്യസ്ത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, സഭാത്മക ജീവിതത്തിൽ, സഭ സാംസ്കാരിക ലോകവുമായി നിരന്തരം സംവദിക്കണം. മിഷണറിമാരുടേത് ഒറ്റപ്പെട്ട തുരുത്തല്ല. ഹൗ ടു എൻഗേജ് ഇൻ കോൺവെർസേഷൻ വിത്ത് ദ സെക്കുലർ ഫാബ്രിക് എന്നുള്ള വലിയ ഒരു ചോദ്യം, ആ ലെഗസിയോട് നമ്മൾ എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മൂന്നാമത് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മണ്ഡലമാണ് എൻകൗണ്ടറിങ് ദ കൾച്ചേഴ്സ്, അതല്ലെങ്കിൽ എൻകൗണ്ടർ വിത്ത് ദ കൾച്ചേഴ്സ്, സംസ്കാരങ്ങളുമായി സമ്പർക്കം നടത്തി എന്നുള്ളത്. എനിക്കുറപ്പാണ് ഇന്നലെ സുനിൽ സാറ് അല്ലെങ്കിൽ രാജശേഖരൻ സാറൊക്കെ നടത്തിയ പ്രഭാഷണങ്ങളിൽ ഇതിൻ്റെ സൂചനകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനെൻ്റെ ഫ്രെയിമിൽ പറയുമ്പോൾ ഇപ്പം ഭവന നിർമ്മാണ മണ്ഡലത്തിൽ, വസ്ത്രത്തിൽ, കൃഷിയിൽ, ആരോഗ്യത്തിൽ ഈ സാംസ്കാരികമായ സമ്പർക്കം പകർന്നേകിയ വലിയൊരു ഔന്നത്യമുണ്ട്. അപ്പം നമുക്കറിയാം, ഓടും സിമെൻറ്റും, ഓട് പോർച്ചുഗീസുകാരുടേതാണ്, സിമെൻറ്റ് ഇംഗ്ലീഷുകാരുടേതാണ്. ഭവന നിർമ്മാണത്തിൽ വളരെ വലിയൊരു റവല്യൂഷൻ നടത്തപ്പെടുകയുണ്ടായി. മുൻപൊക്കെ നമ്മുടെ വീടുകൾക്ക് കിളിവാതിലുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മേശയും കസേരയും വാതിലുമെല്ലാം പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ്. കൊരണ്ടിക്ക് പകരം കസേര വന്നത്, അതിൽ എഴുത്ത് പലകയ്ക്ക് പകരം മേശ വന്നത്, വിജാഗിരി വന്നത്, ഇതെല്ലാം ഈ സാംസ്കാരിക സമ്പർക്കത്തിലൂടെ നമുക്ക് കൈവന്നതാണ്.
വസ്ത്രധാരണ രീതിയിൽ ചാന്നാർ ലഹളയെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു. അത് ഒരു ചരിത്രകാരനെ ഞാൻ കേട്ടപ്പോൾ മനസ്സിലായത്, അല്ലെങ്കിൽ വായിക്കുമ്പോൾ അറിയുന്നത്, ഈ മറയ്ക്കണം എന്നുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടത് മിഷണറിമാരുടെ ഭാര്യമാരുടെ വസ്ത്രധാരണ രീതികളിൽ നിന്നാണ്. അതിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകളെക്കുറിച്ചും സ്ത്രീ സ്വത്വത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും ടീച്ചർ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇവിടെ ഒരു കാലഘട്ടത്തെ സാമൂഹ്യ പരിഷ്കരണത്തെ അല്ലെങ്കിൽ സമുദായ നവീകരണത്തെ എത്രത്തോളം മിഷണറിമാരുടെ സാന്നിധ്യത്തിലൂടെ, ഇടപെടലിലൂടെ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞു. കൃഷിയിൽ റബ്ബറൊക്കെ ശാസ്ത്രീയമായി കൃഷി ചെയ്യാൻ പഠിപ്പിച്ചത് ഈ വിദേശികളാണ്. കുരുമുളക് വള്ളി വെറുതെ പറമ്പിൽ വലിച്ചെറിഞ്ഞ് എവിടെയെങ്കിലും മരത്തിൽ വലിഞ്ഞു കയറി പടർന്നു കയറി മുളകുണ്ടാക്കുന്നതൊക്കെ മാറ്റി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൃഷി രീതികൾ നമ്മളെ പഠിപ്പിച്ചത് ഇവരാണ്. കല, ഇതിലെടുത്ത് പറയേണ്ട ഒന്നാണ് ചവിട്ടുനാടകം. ഞാൻ ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത് ഈ ബാലെ എന്ന് പറയുന്നത് ജെസ്യൂട്ട്സ് കൊണ്ടുവന്നതാണ് പോർച്ചുഗീസിൽ നിന്ന്. അപ്പോൾ ഈ ചവിട്ടുനാടകം പറവൂരും ഏറിയയിലൊക്കെയാണുള്ളത്. അത് ഭരതനാട്യത്തിൻ്റെ ചുവടുകളുണ്ട്, ബാലയുടെ സ്റ്റെപ്പുകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എസൻസ് ഉണ്ട്. അതുപോലെ ആയോധന കല, കളരിപ്പയറ്റിൻ്റെയൊക്കെ ചുവടുകൾ അതിലുണ്ട് എന്നുള്ളത് എൻകൗണ്ടറിങ് ദ കൾച്ചേഴ്സ്, സംസ്കാരവുമായിട്ടുള്ള സമ്പർക്കം ഒരു സമൂഹത്തെ, ഒരു മേഖലയെ, ഒരു മണ്ഡലത്തെ എത്രത്തോളം വളർത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമുക്ക് പകർന്നേക്കുന്നത്. പിന്നെ ഇങ്ങനെ പലതും നമുക്ക് പറയാം. വ്യവസായം, സാങ്കേതിക വിദ്യ. വാസ്തവത്തിൽ കോഴിക്കോട് ഇറ്റാലിയൻ മിഷണറിമാർ ആരംഭിച്ച ഇറ്റാലിയൻ ടെക്നോളജിക്കൽ സെൻറ്റർ, അതായത് ITI എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, സെൻറ്റ് വിൻസെൻ്റ് ഇൻഡസ്ട്രിയൽസ്, ജെസ്യൂട്ട്സ് ആണ്. ഞാൻ എൻ്റെ കോൺഗ്രിഗേഷൻ അതായതുകൊണ്ട് അവർ ചെയ്തതിനെ ഞാൻ പറയും, ആധികാരികമായി പറയും. അപ്പോൾ ഈ ടയർ റീട്രേഡിംഗ് ഒക്കെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചതും കേരളത്തിന് സമ്മാനിച്ചതും ഇവരാണ്. അവർ അവിടെ വന്ന് അതിൻ്റെ സ്കെച്ചൊക്കെ പഠിച്ച് പോയിട്ടാണ് ഇന്നിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ പലയിടങ്ങളിലും ടയർ റീട്രേഡിംഗ് കമ്പനീസ് പോലും ആരംഭിക്കുന്നത്. അപ്പോൾ ഇറ്റാലിയൻ ടെക്നോളജി ഉപയോഗിച്ച് വ്യാവസായികമായ സംരംഭങ്ങൾ, സംഭാവനകൾ നൽകുന്നതിന് നമ്മുടെ മിഷണറിമാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ച എവിടെയാണ് നവോത്ഥാന പ്രക്രിയയിൽ മിഷണറിമാർ നിലകൊണ്ടത്, അവർ എടുത്ത നിലപാടുകൾ എന്താണ്, അവരുടെ സമീപനം എന്താണ്, അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നോട് ചിന്തിക്കുമ്പോൾ വാട്ട് ആർ ദ ലേണിംഗ് ലെസൺസ്, ഇതാണ് ഞാനൊന്ന് നോക്കിയത്. നവോത്ഥാനം എവിടെയെങ്കിലും ഒതുക്കേണ്ട ഒരു പ്രതിഭാസമല്ല, മറിച്ച് ചലനാത്മകമാണ്, പുരോഗതിയിലേക്കുള്ള പാതയാണ്. അതിൽ മുന്നോട്ടടിക്കുന്ന ചിന്തകളുണ്ട്, പുറകോട്ടടിക്കുന്ന ചിന്തകളുണ്ട്. ഒരുപക്ഷെ വിൻസെൻ്റ് അച്ഛനൊക്കെ ഇന്ന് പറഞ്ഞത് അതായിരിക്കും. റിവേഴ്സ് നവോത്ഥാനം എന്ന് പറയത്തില്ല, റിവേഴ്സ് എവല്യൂഷൻ എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അപ്പോൾ ഇതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു വലിയ മിഷൻ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സംസ്കാരങ്ങളുമായിട്ടുള്ള സമ്പർക്കം അതും അതിപ്രധാനമാണ്. വിവിധ സംസ്കാരങ്ങളെ കണ്ണി ചേർക്കുന്നതിലൂടെ രൂപപ്പെട്ടു വരുന്ന വൈവിധ്യങ്ങൾ അത് പുരോഗതിയിലേക്ക് നയിക്കും എന്നുള്ളതാണ് മിഷണറിമാരുടെ ഏറ്റവും വലിയ സംഭാവന. ഫ്രാൻസിസ് സാർ അതിൻ്റെ സൂചന നൽകി. ഏകീകൃത ശ്രമങ്ങളാണ്, ഐക്യരൂപ ശ്രമങ്ങളാണ് ഇന്ന് എല്ലായിടത്തും, ദേശീയ തലത്തിൽ, മതാത്മക മണ്ഡലത്തിൽ, ആത്മീയ തലത്തിൽ. അത് എങ്ങോട്ടടിക്കുന്നതാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ നവോത്ഥാന ശ്രമങ്ങൾ എന്താണെന്ന് നമ്മൾ വളരെ ക്രിട്ടിക്കൽ തിങ്കിങ്ങോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം നവോത്ഥാനത്തിൻ്റെ ഒരു പോസ്റ്റ് ട്രൂത്ത് വേൾഡിൽ എന്താണ് നവോത്ഥാന ശ്രമങ്ങൾ, നവോത്ഥാന സംരംഭങ്ങൾ എന്ന് ഉള്ള ഒരു തിരിച്ചറിവ് നമ്മൾ വളരെ വിജിലൻറ്റോടുകൂടി നമ്മൾ അതിനെ സമീപിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യപ്പെടുന്നത് ചില ഓൾട്ടർനേറ്റീവ് നാരറ്റീവ്സിൻ്റെ രൂപപ്പെടുത്തലാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓൾട്ടർനേറ്റീവ് നാരറ്റീവ്സ്, കൗണ്ടർ നാരറ്റീവ്സ് എന്നൊക്കെ ചിലർ പറയും, ബദൽ സംസ്കാരങ്ങളെന്നൊക്കെ പറയും. ഓൾട്ടർനേറ്റീവ് നാരറ്റീവ്സ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ക്രിയേറ്റീവ് ഇമാജിനേഷൻ വേണം. വൈദിക വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക്, സന്യസ്തർ എന്ന നിലയ്ക്ക് നമ്മുടെ മിഷണറിമാർ അതിനുള്ള ചില സൂചനകൾ ഓൾറെഡി നമുക്ക് പകർന്നു കഴിഞ്ഞു. പ്രയോറിറ്റീസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഏത് മണ്ഡലത്തിൽ, ഏത് മേഖലയിൽ, ഏത് കാര്യത്തിലാണ് നമ്മൾ ഇടപെടലുകൾ നടത്തേണ്ടത്. അത് ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നു, വ്യക്തിപരമായ സമീപനങ്ങളിലേറെ ഈ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്നത് കൊളാബറേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്. ഇത് നമ്മൾ അടിവരയിട്ടേ മതിയാവൂ. നമ്മുടെ നവോത്ഥാന ശ്രമങ്ങൾ അത്തരത്തിൽ ആയെങ്കിൽ മാത്രമേ ഓൾട്ടർനേറ്റീവ് നാരറ്റീവ്സ്, അത്തരത്തിലുള്ള ചില പെർസ്പെക്റ്റീവ് ബിൽഡിങ്സ് ഈ കാലഘട്ടത്തിൽ
നമുക്ക് നടത്താൻ കഴിയൂ. മിഷണറിമാർ പകർന്നേകിയത് അത്തരത്തിലുള്ള സൂചനയാണ്. ആ ലെഗസി നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അതിന് പല ആളുകളെ, മാതൃകകളെ നമുക്ക് തേടാൻ പറ്റും. പോപ്പ് ഫ്രാൻസിസൊക്കെ ആ കണ്ണിയിലെ ഒരു തുടർകണ്ണിയാണ്. അത് നമുക്ക് പറയാതെ വയ്യ, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, മുഖ്യധാരാ ചരിത്രകാരന്മാർ വിസ്മൃതിയിലാഴ്ത്തിയ നവോത്ഥാന ശ്രമങ്ങളെ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം പോലെ സംസ്കാരങ്ങളോട് സമ്പർക്കം നടത്തി അതിലൂടെ രൂപപ്പെടുന്ന വൈവിധ്യങ്ങളെ നവോത്ഥാനത്തിനുള്ള ഏറ്റവും ആഡിക്വേറ്റ് ടൂളായി രൂപപ്പെടുത്തുന്നതിനും അതിൽ നിന്നും ചില കൗണ്ടർ ഓൾട്ടർനേറ്റീവ് നാരേറ്റീവ്സുകൾ രൂപപ്പെടുത്തി നവോത്ഥാന മേഖലയിൽ പുതിയ വെളിച്ചങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം. അതിന് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ വലിയൊരു ഊർജവും നമുക്ക് പകർന്നേക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഈ ഒരു കൂട്ടായ ശ്രമത്തിലേക്ക്, കൂട്ടുത്തരവാദിത്തത്തിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ആമുഖ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങൾ തുടർ ചർച്ചയിലാകാം. താങ്ക് യു സോ മച്ച്.